കേരള ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് നമ്മുടെ ഒരു 30 ദിവസത്തിനുള്ള ഒരു സ്റ്റഡി പ്ലാനുമായിട്ടാണ് I+ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. നിലവിൽ ഈ എക്സാമിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ആധികാരിക വിവരങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട് അല്ലെ? കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് നിലവിൽ കാറ്റഗറി നമ്പർ ഏത് കാറ്റഗറിയിലാണ് വിളിച്ചത്? 432/2024 കാറ്റഗറിയിലാണ് വിളിച്ചത്. പരീക്ഷ നടക്കുന്ന ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് കൃത്യമായി അറിയാം അല്ലെ? സെപ്റ്റംബർ 13-ാം തീയതിയാണ് എക്സാമിന്റെ ഡേറ്റ് വരുന്നത്. നിലവിൽ കൺഫർമേഷൻ ചെയ്തത് ഏകദേശം 70,000+ ആൾക്കാർ അടുത്തത് ചെയ്യുമെന്ന് വിചാരിച്ച ഒരു പരീക്ഷയിൽ കൺഫർമേഷൻ വന്നത് 46,274 പേരാണ് നിലവിൽ എക്സാം കൺഫേം ചെയ്തത്. നിലവിലെ PSC രീതികളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? കൺഫേം ചെയ്ത എല്ലാ കുട്ടികളും നിർബന്ധമായിട്ട് പരീക്ഷ എഴുതണം എന്നുള്ള രീതിയാണ് കേരള PSC ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 46,274 പേരെന്നുള്ളത് കൂടുതൽ ആളുകളും പരീക്ഷ എഴുതാനുള്ള പ്രോബിലിറ്റി ആണ് കൂടുതൽ. നിങ്ങൾ ഇവിടെ ഈ നമ്പറിനെ തന്നെ ഒന്ന് വിശകലനം ചെയ്യണം. സാധാരണഗതിയിൽ ഏത് പരീക്ഷ ഉണ്ടെങ്കിൽ പോലും കൃത്യമായി സിലബസ് പഠിച്ച് വിത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് വർക്ക് ചെയ്ത് റിവിഷൻ കൃത്യമായി നടത്തി വരുന്ന കുട്ടികൾ എന്ന് പറയുന്നത് ഒരു 5% ആണ്. ഓക്കെ, പലപ്പോഴും ബിഗ് നമ്പേഴ്സ് ആണ്. LDക്ക് LGSനൊക്കെ ബിഗ് നമ്പർ ആണ് അല്ലെ? സബ്ജക്ട് പരീക്ഷകൾക്ക് പൊതുവെ ഈ എണ്ണം കുറവാണ് അല്ലെ? പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൃത്യമായി സിലബസ് ഫോക്കസ് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മോക്ക് ടെസ്റ്റുകൾ കൃത്യമായി നടക്കുകയും റിവിഷൻ കൃത്യമായി ക്രിയാത്മകമായി നടത്തുകയും ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ഈ 46,284 എന്ന് പറയുന്ന സംഖ്യ വീണ്ടും നമ്മൾ അതിന്റെ ഒരു 5%ലേക്ക് മാറണം. ഏകദേശം 2000-ഓളം കുട്ടികൾ മാത്രമേ ആ തരത്തിൽ വരുന്നുള്ളൂ. ക്ലിയർ ആയോ? ഇതിൽ തന്നെ വളരെ ഫോക്കസിങ് ആയിട്ട് നിൽക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത് 2000 താഴെ ആയിരിക്കും. അപ്പൊ നമ്മുടെ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്, അതിന്റെ എണ്ണം എന്ന് പറയുന്നത് വളരെ വളരെ നാരമാണ്. ഓക്കെ, അപ്പൊ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ്. യെസ്, നമ്മളെപ്പോഴും ഫിഗർ കണ്ടിട്ട് ഒത്തിരി കുട്ടികൾ അപ്ലൈ ചെയ്യുന്നു എന്നുകൊണ്ട് കണ്ടിട്ട് നമ്മൾ ഒരിക്കലും പുറകോട്ട് പോകേണ്ടതായിട്ടില്ല. അതിൽ തന്നെ ഈ രീതിയിൽ ഒരു പ്രത്യേകിച്ച് കൃത്യമായ സ്റ്റഡി പ്ലാൻ വെച്ചുകൊണ്ട് ഒരു പരീക്ഷ അഭിമുഖീകരിക്കുന്ന കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണ്. യെസ്, ഇത് കൊടുത്തിരിക്കുന്നത് എക്സാം അനാലിസിസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് പ്രീവിയസ് നേരത്തെ നടന്ന പരീക്ഷയുടെ ആയിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ്. അവിടെ നമുക്ക് ലിതിൻ തോമസ് എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് അതിൻ്റെ അകത്ത് ഫസ്റ്റ് റാങ്ക് വന്നത് അല്ലെ? 72 മാർക്കായിരുന്നു ആ കുട്ടിയുടെ മാർക്ക് എന്ന് പറയുന്നത്. അതിന്റെ കട്ട് ഓഫ് മാർക്ക് എത്രയായിരുന്നു? 61 മാർക്കായിരുന്നു കട്ട് ഓഫ്. അപ്പൊ ഇതിന്റെ ലാസ്റ്റ് അഡ്വൈസ് നമ്മൾ വന്നത് 30/1/2024 ലാസ്റ്റ് അഡ്വൈസ് വന്നത്. 30+ ആളുകൾ അതിൽ അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഈ 2019 പരീക്ഷ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ 70:30 അല്ലെങ്കിൽ 7:3 എന്ന് പറയുന്ന ഒരു അനുപാതത്തിലായിരുന്നു ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ സിലബസിൽ വരുന്നത്. 70% ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് വരുന്നു? സബ്ജക്റ്റിൽ നിന്ന് വരുന്നു. ബാക്കി 30% ക്വസ്റ്റ്യനോ അത് വരുന്നത് ജനറൽ PSC എന്നാണ് അല്ലെ? നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, പിന്നെ എന്താണ് ജനറൽ നോളജ് ഉണ്ട്, അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ഉണ്ട്. ആ രീതിയിലുള്ളതാണ് 30% ക്വസ്റ്റ്യൻസ് വന്നത്. ഇപ്പോഴത്തെ പരീക്ഷയുടെ പ്രത്യേകത എന്താണ്? 2025 വരുമ്പോൾ 100% അതെന്താണ്? സബ്ജക്റ്റ് ആണ്. ക്ലിയർ ആയോ? ഇപ്പൊ MCOM എടുത്ത് അല്ലെങ്കിൽ BCOM എടുത്ത് 3, 4, 5, 6, 7 വർഷമായിട്ട് PSC നിരന്തരമായി പഠിക്കുന്ന കുട്ടികളെ നമ്മൾക്ക് ഇനി കോമ്പറ്റീഷൻ ആയിട്ട് വെക്കേണ്ട ആവശ്യമില്ല. കാരണം അവരെല്ലാം റിമൂവ് ചെയ്യും. കാരണം എന്താ? ജനറൽ PSC തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. ആകെ വരുന്ന എന്താണ്? സബ്ജക്റ്റ് മാത്രമാണ്. ഇതാണ് 2025 പരീക്ഷയിലെ ഏറ്റവും മികച്ച അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം. ഇപ്പൊ ഞങ്ങൾ HSSTയുടെ പരീക്ഷയുടെ ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്, HSCയുടെ ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് PSCയോടൊപ്പം തന്നെ സബ്ജക്റ്റും കൂടെ കയറി വരും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം 100 ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ 70 ക്വസ്റ്റ്യൻ സബ്ജക്റ്റിൽ നിന്ന് ചോദിക്കും, ബാക്കി 30% ക്വസ്റ്റ്യൻസ് ജനറൽ PSC നിന്ന് ചോദിക്കും. ഈ രണ്ടിനും ആവറേജ് ആരാണോ വരുന്നത് അവരായിരിക്കും റാങ്ക് ലിസ്റ്റിൽ മുമ്പേ വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ജനറൽ PSCയുടെ സിലബസ് എന്ന് പറയുന്നത് സാധാരണ PSC പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചോളം അറിയാം, ഒരു വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. അപ്പൊ അത്രയും സിലബസ് നമ്മൾ പഠിച്ചെടുത്ത് മുന്നോട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേസമയം കണ്ടിന്യൂസ് ആയിട്ട് PSC പഠിക്കുന്ന ഒരു കുട്ടിക്ക് ആ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു ക്രൈസിസ് നമ്മൾ ഇവിടെ നേരിടുന്നില്ല. കാരണം പ്യുവർലി ഇതെന്താണ്? സബ്ജക്ട് ബേസ് പരീക്ഷയാണ്. ആസ് കമ്പയർഡ് ടു 2019 പരീക്ഷ വെച്ച് നോക്കുമ്പോൾ ഇതെന്താണ്? പ്യുവർലി സബ്ജക്റ്റ് ആണ്. അത് നമ്മുടെ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ കൃത്യമായിട്ടും അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ പല രീതിയിലും ഇപ്പൊ MCOMകാർ അപ്ലൈ ചെയ്യും, അതിൽ തന്നെ MPhilകാർ കാണും,
PhD-കാർ ഒരു പക്ഷേ കാണും, BCom-കാർ കാണും. യെസ്, ഇങ്ങനെ മുകളിലോട്ട് ഏത് ടീമും നമ്മളോട് കോമ്പറ്റീഷൻ ആയിട്ട് വരും. ഓക്കെ, അതിൽ നമുക്ക് ഈ ഹയർ ആയിട്ട് വരുന്ന ക്വാളിഫിക്കേഷൻ MPhil അല്ലെങ്കിൽ PhD തലത്തിലുള്ള ആളുകളൊക്കെ റിമൂവ് ചെയ്യും. കാരണം അവർ ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പോലും അപ്ലൈ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. പിന്നെ വരുന്നത് MCom ഉള്ള കുട്ടികളും BCom ഉള്ള കുട്ടികളാണ് വരുന്നത്. ഇതിൽ തന്നെ PSC പഠിക്കുന്ന കുട്ടികളെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സബ്ജക്ട് നോളജിനെ ബേസ് ചെയ്ത് മാത്രമാണ് ഈ പരീക്ഷ വരുന്നത്. അതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നോക്കൂ, നമ്മുടെ സ്റ്റഡി പ്ലാൻ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന അന്ന് തൊട്ട് എക്സാമിന്റെ ഡേറ്റ് അല്ലെങ്കിൽ എക്സാം എന്നാ നടക്കുന്നത് അവിടെ വരെയുള്ള സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ കോട്ട് ചെയ്തിരിക്കുന്നത്. 30 ദിവസം കൊണ്ട് നിങ്ങളുടെ സിലബസ് കൃത്യമായിട്ടും കംപ്ലീറ്റ് ചെയ്യുന്ന തരത്തിലാണ് നമ്മൾ ഈ സ്റ്റഡി പ്ലാൻ വെച്ച് പോകുന്നത്. ഇവിടെ തന്നെ ഈ ഗ്രൂപ്പിൽ തന്നെ ഇപ്പൊ നമ്മൾ ജോയിൻ ചെയ്ത ഗ്രൂപ്പിൽ തന്നെ നിലവിൽ പഠിച്ച് വന്നിട്ടുള്ള കുട്ടികളുണ്ട്. ഒരു 60% തീർത്ത കുട്ടികളുണ്ട്, 30% തീർത്ത കുട്ടികളുണ്ട്, ഒരു 10%-ലൊക്കെ നിൽക്കുന്ന കുട്ടികളുണ്ട് പല കാരണങ്ങൾ കൊണ്ട്. ഇവർക്കെല്ലാം മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ 10 മൊഡ്യൂളിന്റെയും സ്റ്റഡി പ്ലാൻ നമ്മൾ വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ തന്നെ അക്കൗണ്ടിങ്, നമുക്ക് അക്കൗണ്ടിങ് 10 മാർക്ക്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് 10 മാർക്ക്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെന്റ്, മാനേജിയൽ എക്കണോമിക്സ്, കമ്പനി ലോ, ക്യാപിറ്റൽ മാർക്കറ്റ്, ഫണ്ടമെന്റൽ ഓഫ് ഇൻകം ടാക്സ്, മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആൻഡ് ഓഡിറ്റിംഗ്. ഓഡിറ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് മാർക്ക് പോകുന്ന മേഖല ഞാൻ പറഞ്ഞുതരാം, കൃത്യമായി പറഞ്ഞുതരാം. ഓഡിറ്റിംഗ്, ഓക്കെ. ഫണ്ടമെന്റൽ ഓഫ് ഇൻകം ടാക്സ് നിങ്ങളുടെ മാർക്ക് ലോസ് ആകാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. മാനേജറിയൽ എക്കണോമിക്സ് നിങ്ങളുടെ മാർക്ക് പോകാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നിലവിലുള്ള സിലബസ് അനുസരിച്ച് അത്രയും പ്രശ്നമില്ല, നമുക്ക് കുറച്ചുകൂടി ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരത്തുള്ളൂ. എങ്കിൽ പോലും കുറച്ച് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്ങും പൊതുവെ പ്രശ്നമില്ല. കോസ്റ്റിംഗ് കുറച്ചും കൂടി നിങ്ങൾക്ക് പ്രോബ്ലമായി വരാം, കോസ്റ്റിംഗ്. ഓക്കെ, പക്ഷെ ഈ മാനേജറിയൽ എക്കണോമിക്സും ഫണ്ടമെന്റൽ ഓഫ് ഇൻകം ടാക്സും ഓഡിറ്റിങ്ങും ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിൽക്കണമെന്നില്ല. കാരണം വളരെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിൻ്റെ അകത്ത് കയറി വരാം. ഓക്കെ, അപ്പൊ നിലവിൽ നമ്മൾ ഇത് പഠിക്കുമ്പോൾ നമ്മൾ വെയിറ്റേജ് കൂടുതൽ കൊടുക്കേണ്ടത് ഈ സബ്ജക്റ്റുകൾക്കാണ്. ഉദാഹരണം പറഞ്ഞാൽ മാനേജ്മെന്റ് നമ്മുടെ സിലബസ് വളരെ ചെറുതാണ്. സിലബസ് ചെറുതാണെങ്കിൽ പോലും അതിന്റെ വാസ്റ്റ് എക്സ്പാൻഷൻ, അതായത് ഇപ്പം ഒരു മോട്ടിവേഷൻ തിയറിനെ പറ്റി എടുക്കാന്ന് വിചാരിച്ചാൽ നമുക്ക് കണ്ടന്റ് തിയറി പഠിക്കാനുണ്ട്, പ്രോസസ് തിയറി പഠിക്കാനുണ്ട്. ഏകദേശം 14-15 തിയറികൾ തന്നെ മോട്ടിവേഷൻ തിയറീസിന്റെ അകത്ത് വരും. ക്ലിയർ? അപ്പൊ അതിന്റെ ഒരു പ്രശ്നം എന്താണ്, ഇത്രയും തിയറികൾ നിങ്ങൾ കവർ ചെയ്യണം. ഏത് മോട്ടിവേഷൻ തിയറികൾ പഠിക്കുമ്പോൾ അത്രയും വാസ്റ്റ് ആണ്. ഇപ്പൊ നിങ്ങളുടെ ഒരു ക്യാപ്സൂൾ പരുവത്തിലുള്ള ഒരു പുസ്തകം എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ എത്ര തിയറി മാക്സിമം കിട്ടും? നിങ്ങൾക്ക് ഒരു 6 തിയറി കിട്ടും. ഒരു മാസ്റ്ററുടെ തിയറി ഹൈറാർക്കി തിയറി കാണും, തിയറി എക്സാൻഡ് തിയറി വൈ കാണും, അങ്ങനെ 2, 3, 4, 5 തിയറികൾ കാണത്തുള്ളൂ. അപ്പം മാക്സിമം 10-15 തിയറികൾ വരുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ 5-6 തിയറി മാത്രം പഠിച്ചിട്ട് പോകാൻ പറ്റുമോ? ഇല്ല. ഇവിടെയുള്ള ഞാൻ ബാക്കി പറഞ്ഞിട്ടുള്ള ഈ സബ്ജക്റ്റുകൾ, ഇപ്പൊ അത് മാനേജ്മെന്റ് ആയിക്കോട്ടെ, കമ്പനി ലോ ആയിക്കോട്ടെ, ക്യാപിറ്റൽ മാർക്കറ്റ് ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആയിക്കോട്ടെ, ഇവിടെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെയൊക്കെ നിങ്ങൾ സിലബസിന്റെ മാക്സിമത്തിൽ നിങ്ങൾ പോകണം. എന്ന് വെച്ചാൽ കണ്ടന്റിന്റെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളിപ്പിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ ലീഡർഷിപ്പ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡർഷിപ്പുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഉണ്ട്, അല്ലെ? ഒറിജിൻ ഓഫ് ലീഡർഷിപ്പ് ഉണ്ട്, ലീഡർഷിപ്പ് തിയറീസ് ഉണ്ട്, മോഡലുകളുണ്ട്, ലീഡർഷിപ്പ് മോഡലുണ്ട്. ഇത്രയും കാര്യങ്ങൾ അവിടെ കവർ ചെയ്യണം, എന്നാലും ലീഡർഷിപ്പ് അവിടെ കവർ ആവത്തുള്ളൂ. ക്ലിയർ ആയോ? അപ്പൊ അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട് പോകണം. ഈ ഞാൻ പറഞ്ഞ മാനേജറിയൽ എക്കണോമിക്സ്, ഫണ്ടമെന്റൽ ഓഫ് ഇൻകം ടാക്സ്, ഓഡിറ്റിംഗ്, ഈ ഭാഗങ്ങളും പഠിക്കുമ്പോൾ നിങ്ങൾ വളരെ ടെക്നിക്കലായിട്ട് കോൺസെപ്റ്റ് ബേസ് ചെയ്ത് വേണം പഠിക്കാൻ. കാരണം ഈ വരുന്ന ചോദ്യങ്ങളെല്ലാം, ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങളെല്ലാം മിക്കവാറും നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് രൂപേണേ വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഓഡിറ്റിംഗുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് പഠിക്കണം. യെസ്, അപ്പം ആ രീതിയിലുള്ള ഒരു പഠനം മുഖേന മാത്രമേ നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സിലബസ് നിങ്ങൾ കാണുമ്പോൾ വളരെ ചെറുതായിട്ട് കാണും, പക്ഷെ എന്താണ്, കുറച്ചുകൂടെ വാസ്റ്റ് സിലബസ് ആണ്. യെസ്, അപ്പം സിലബസ് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഓൾറെഡി. സിലബസിനകത്ത് വരുന്ന മൊഡ്യൂൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഒരു ധാരണയുണ്ട്. അപ്പൊ നമ്മൾ ഓരോ മൊഡ്യൂളിനും വെക്കുന്ന സജസ്റ്റഡ് ഡേയ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റും. ഇവിടെ കൊടുത്തേക്കുന്ന ഡേയ്സ് എന്ന് പറഞ്ഞാൽ വിത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടെ ഡിസ്കസ് ചെയ്ത് നിങ്ങളെ തീർക്കും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് സിലബസ് പ്ലസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടെ നമ്മൾ തീർക്കും. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ടോപ്പിക്ക് തീർക്കും, സിലബസും തീർക്കും, പ്ലസ് അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും തീർക്കും. ഓക്കെ, അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് വളരെ വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട്. സിലബസ് നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ഏതൊക്കെ ഡൈമെൻഷൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, വേറെ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാകില്ല.
ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരു പേരന്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10-25 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ലൈവായിട്ട് നിലവിലുണ്ട്. അതിൽ നമ്മുടെ സിലബസിനോട് ചേർന്ന് നിൽക്കുന്ന പരീക്ഷകളും അതുമായിട്ട് ബന്ധപ്പെട്ട സിലബസുകളുമാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. ഇതിൻ്റെ അത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ നമ്മുടെ തന്നെ 2019 പരീക്ഷയുടെ പ്രീവിയസ് ഇയർ ഉണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർക്കുക 30% ക്വസ്റ്റ്യൻസ് ഇവിടെ എവിടുന്ന് വന്നേക്കുന്ന PSC നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഓക്കെ, ഇനി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ KSFE-യുടെ മാനേജ് ഗ്രേഡ് 4 പരീക്ഷ കഴിഞ്ഞ 2024 കഴിഞ്ഞ പരീക്ഷ, 23 നോട്ടിഫിക്കേഷൻ കഴിഞ്ഞു, 24 പരീക്ഷ കഴിഞ്ഞു. ഇതിന്റെയും പ്രീവിയസ് ഇയർ ഉണ്ട്. ഇതിന് 2 വർഷത്തെ പ്രീവിയസ് ഇയർ നമുക്ക് അവൈലബിൾ ആണ്. 2 വർഷത്തെ പ്രീവിയസ് ഇയർ അവൈലബിൾ ആണ്. ഇതിൻ്റെ അകത്ത് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പല പരീക്ഷകൾക്കും ഈ ടെക്നോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പറുകൾ, ടാലി അങ്ങനെയുള്ള പേപ്പറുകളൊക്കെ കയറി വരും. അതൊക്കെ ഒഴിവാക്കുക. പിന്നെ അക്കൗണ്ടിങ്ങിന്റെ അകത്ത് തന്നെ പലതരത്തിലുള്ള അഡ്വാൻസ്ഡ് കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ട്, അഡ്വാൻസ്ഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഉണ്ട്. ആ തരത്തിലുള്ള മാറ്ററും കൂടെ ഒഴിവാക്കുക. ബാക്കി നിങ്ങൾക്ക് ഒരു ഏകദേശം കോർപ്പറേറ്റ് ഗവേണൻസ് അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി വരുന്നതെല്ലാം നിങ്ങളുടെ സിലബസുമായിട്ട് ചേർന്ന് നിൽക്കുന്നതായിരിക്കും. NVT നോൺ വൊക്കേഷണൽ ടീച്ചറിന്റെ കൊമേഴ്സ്, HSST-യുടെ NVT തന്നെ 2 വർഷത്തെ, ഈ കഴിഞ്ഞ പരീക്ഷ 2 വർഷത്തെ നമുക്ക് കിടക്കും. അതോടൊപ്പം തന്നെ HSST ഉണ്ട് കേട്ടോ. HSST ഹയർ സെക്കൻഡറി ടീച്ചറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഉണ്ട്. അത് 3-4 വർഷത്തെ HSST പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അക്കൗണ്ട്സ് ഓഫീസേഴ്സ് ഇൻ കേരള, ഇവിടെ ഇത് പ്യുവർലി ഈ അക്കൗണ്ട്സ് വരുന്നതെല്ലാം നിങ്ങൾ കൂടുതൽ അക്കൗണ്ടൻസിക്കാണ് പ്രാധാന്യം കേട്ടോ. അക്കൗണ്ട്സ് ഓഫീസർ വരുമ്പോൾ ഈ മാർക്കറ്റിംഗിന്നോ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്നോ അല്ലെങ്കിൽ ഓഡിറ്റിംഗ് എന്നുള്ള ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരിക്കും. ഡയറക്റ്റ് അക്കൗണ്ട്സിംഗ് ലെവലിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. HR എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരിക്കും അക്കൗണ്ട്സ് ഓഫീസറുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ സിലബസുമായിട്ട് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ മിനിമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ഈ പരീക്ഷയുടെ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് ചെയ്തു പോകാം. യെസ്, അസിസ്റ്റന്റ് മാനേജർ ഇൻ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, KFC-യുടെ തന്നെ അസിസ്റ്റന്റ് മാനേജർ. ഇതൊക്കെ സിലബസ് നമ്മുടെ സിലബസുമായിട്ട് ഏകദേശം ഒരു 70% വരെ വളരെ സാമ്യമുള്ള സിലബസ് ആട്ടോ നമ്മൾ ഈ പറഞ്ഞു പോകുന്നതെല്ലാം. ഓക്കെ, ഈ KFC-യുടെ സിലബസ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 1-2 കണ്ടന്റിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസമുള്ളൂ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് ഈ അസിസ്റ്റന്റ് മാനേജറിന്റെ അത്. ബാക്കിയെല്ലാം അതേപടിയാണ് ഇട്ടിരിക്കുന്നത്. യെസ്, പിന്നെ ലോവർ ഡിവിഷൻ അക്കൗണ്ടിന് ഇതൊക്കെ നിങ്ങൾക്ക് അക്കൗണ്ടിങ് ബേസ് ചെയ്ത് പോകാനാണ് കുറച്ചും കൂടെ നല്ലത്. ഓക്കെ, പിന്നെ ആർട്ടിസൻസിന്റെ അക്കൗണ്ടന്റ് കേരള ആർട്ടിസൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻസ് ഇതിന്റെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഞാൻ പറഞ്ഞ നേരത്തെ കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ HSST-യുടെ 3 വർഷത്തെ നമുക്ക് അവൈലബിൾ ആണ്. 3 വർഷത്തെ. ഓക്കെ, ഈ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ ഇത് നിങ്ങൾ കൃത്യമായിട്ട് നന്നായിട്ട് മനസ്സിലാക്കണം. കാരണം ഇൻകം ടാക്സ്, GST, ഓഡിറ്റിംഗ് ഇതിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇൻകം ടാക്സ്, GST, ഓഡിറ്റിംഗ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ എടുക്കുന്ന ക്വസ്റ്റ്യൻസ് വാലിഡ് ആയിരിക്കണം. ഞാനിപ്പം ഒരു 2023, 24, 25 വർഷത്തെ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ്ലി നമ്മൾ I+ന്റെ ഈ KFC-ക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റിപ്പീറ്റ്ലി തന്നെ മോർ ദാൻ 10 ക്വസ്റ്റ്യൻസ് ഒക്കെ അടുപ്പിച്ച് അതേപടി വരുവാണ്. 2022-ലും 2023-ലും ചോദിച്ചതൊക്കെ റിപ്പീറ്റ്ലി 2025 കഴിഞ്ഞ പരീക്ഷകളിൽ വരെ റിപ്പീറ്റ്ലി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് എന്നുള്ളത് ഞാൻ പറയാം. നിങ്ങളിപ്പോ ഒരു സബ്ജക്ട് പഠിച്ചു, നിങ്ങൾക്ക് ആ ചോദ്യം എന്താണെന്നറിയാം, കണ്ടന്റ് എന്താണെന്നറിയാം, പക്ഷെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എങ്ങനെ ആൻസർ ചെയ്യണമെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എങ്ങനെയാ വന്നു നിങ്ങൾക്ക് അറിയത്തില്ല. ആ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിടികിട്ടാതെ പോകും. മനസ്സിലാവുണ്ടോ? അപ്പൊ പല ഡയമെൻഷനിൽ ഒരു ക്വസ്റ്റ്യൻ, ഒരു ടോപ്പിക്കിന്റെ പല ഡയമെൻഷനിൽ എങ്ങനെ സഞ്ചരിക്കാം എന്ന് നമുക്ക് അറിയുന്നത് എവിടുന്നാണ്? അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്താൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. ഓക്കെ, ദെൻ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രി ഇന്റർഫേസ്, ഇത് അക്കൗണ്ടന്റ് ആണ്. ഞാൻ നേരത്തെ അക്കൗണ്ടന്റ് വരുമ്പോൾ നിങ്ങൾ കൂടുതലും അക്കൗണ്ട്സ് വരുമ്പോൾ തന്നെയുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ നമ്മുടെ കോസ്റ്റിങ്ങും നമ്മുടെ മാനേജ്മെന്റും കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങും വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ വരുന്നത്. ഓക്കെ, ദെൻ ഇവിടെ അക്കൗണ്ട്സ് ഓഫീസർ വരുമ്പോൾ വ്യത്യാസമുണ്ട് കേട്ടോ. അക്കൗണ്ട്സ് ഓഫീസർ വരുമ്പോൾ അക്കൗണ്ടന്റ് രീതിയിലുള്ളതല്ല. അക്കൗണ്ട്സ് ഓഫീസർ വരുമ്പോൾ നമ്മുടെ സിലബസിന്റെ 90% ഇവിടെ കവർ ചെയ്യും ഈ പോസ്റ്റുകളിലൊക്കെ കേട്ടോ. നമ്മുടെ സിലബസിലുള്ള അതേ കണ്ടന്റ് തന്നെയാണ് ഈ അക്കൗണ്ട്സ് ഓഫീസറിലൊക്കെ ചോദിച്ചേക്കുന്നത്. ഓക്കെ, കെൽപാമിന്റെ പരീക്ഷയ്ക്കൊക്കെ നമ്മുടെ അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ സിലബസ് ഇവരുടെ സിലബസ് സെയിം ആണ്. അപ്പം 90% ക്വസ്റ്റ്യൻസും ഈ രീതിയിലാണ് വരുന്നത്. ഞാൻ ആ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവസാനം നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യും കേട്ടോ. അങ്ങനെയാണ് ഈ സെക്ഷൻ വരുന്നേക്കുന്നത്. വെറുതെ നമ്മളിത് പറഞ്ഞു പോകുന്നത് മാത്രമല്ല, ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ
നമ്മളിവിടെ വർക്കൗട്ട് ചെയ്യും കേട്ടോ. എന്തുകൊണ്ട് ഇത് ഇമ്പോർട്ടന്റ് ആണ്, എങ്ങനെയാണ്, നിങ്ങൾ അത്യാവശ്യം പഠിച്ച കുട്ടികളാണ് അല്ലെ, ഇപ്പം നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഇപ്പൊ 2 മാസം കഴിയുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് ഒരു ധാരണയുണ്ട്, സിലബസിൽ കുറെ കാര്യങ്ങളെ പറ്റി ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഡിസ്കസ് ചെയ്യുന്ന പരീക്ഷകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് അവസാനം നമ്മൾ ഡിസ്കസ് ചെയ്യും. യെസ്. ദെൻ അക്കൗണ്ടന്റ് ആൻഡ് സീനിയർ അസിസ്റ്റന്റ്. ഈ സീനിയർ അസിസ്റ്റന്റ് ആൻഡ് അക്കൗണ്ടന്റ് ഇത് ഇമ്പോർട്ടന്റ് ആട്ടോ. ബാക്ക്വേർഡ് ക്ലാസ്സസ് നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് നിങ്ങൾ ഓർത്തോണം. ഇതൊക്കെ 2021 കാറ്റഗറി വന്നു എന്ന് വെച്ചാൽ 2023 പരീക്ഷ നടന്ന ക്വസ്റ്റ്യൻസ് ആണ് എന്ന് പറഞ്ഞാൽ നിയറസ്റ്റ് ആയിട്ട് നമ്മുടെ ഏറ്റവും അടുത്ത് നടത്തിയ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് കേട്ടോ. യെസ്. ദെൻ വൊക്കേഷണൽ ടീച്ചർ ഇൻ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ്. നമ്മൾ ഇത് ഉൾപ്പെടുത്താൻ കാരണം ഇവിടെ ഓഡിറ്റിംഗ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഒരു 10-60% ക്വസ്റ്റ്യൻസ് നമുക്ക് ഓഡിറ്റിംഗിന് കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ. അക്കൗണ്ടൻസി എന്നുള്ള ക്വസ്റ്റ്യൻസും ഓഡിറ്റിംഗ് എന്നുള്ള ക്വസ്റ്റ്യൻസും കിട്ടും. ഓഡിറ്റിങ്ങിനെ നമുക്കൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി പോകാൻ വേണ്ടിയാണ് നമ്മൾ ഈ പരീക്ഷയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ പറയുന്ന പരീക്ഷകളുടെ കൂടാണ്ട് 10-20 പരീക്ഷ എല്ലാം കൂടെ 10-25 പരീക്ഷ എല്ലാം കൂടെ ടോട്ടലായിട്ട് I+ന്റെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ക്രാഷിന് വേണ്ടി തന്നെയായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ട് പോകുന്നുണ്ട് കേട്ടോ. I+ൽ നിലവിൽ ജോയിൻ ചെയ്ത എല്ലാ കുട്ടികൾക്കും ഈ ക്ലാസ് ഫ്രീ ആയിരിക്കും താൻ കേട്ടോ. പുതിയതായി വരുന്ന കുട്ടികൾക്ക്, പഴയുള്ള കുട്ടികൾക്കും എല്ലാവർക്കും കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് പോകുന്നത്. യെസ്. ദെൻ അപ്പൊ ഓഡിറ്റിംഗിന്റെ പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സിലബസ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദെൻ അക്കൗണ്ടന്റ് പരീക്ഷ. അക്കൗണ്ടന്റ് വരുമ്പോൾ നിങ്ങൾ നേരത്തെ പറയാം, കയർ കോർപ്പറേഷന്റെ ആണ്. ഇത് കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി നല്ലൊരു ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു പേപ്പർ കേട്ടോ, കയർ ബോർഡിന്റെ കേട്ടോ. യെസ്. ഈ കാറ്റഗറി നമ്പർ നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ നമ്പറൊക്കെ നോക്കി വെച്ചാൽ മതി. നിങ്ങൾക്ക് ഇത് കേരള PSCയുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. യെസ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുന്നത് കേട്ടോ. ഇപ്പൊ ഞാൻ ഏറ്റവും നമ്മുടെ സിലബസുമായിട്ട് വളരെ റിലേറ്റ് ചെയ്യുന്ന പരീക്ഷകൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. മറിച്ച് നമ്മുടെ സിലബസിനോട് കുറച്ചും കൂടെ ഒരു 60% 50% ഉള്ള മറ്റു പരീക്ഷകളുണ്ട്, അത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. ഓക്കെ. ഫിനാൻഷ്യൽ ഓഫീസർ, ചീഫ് ഫിനാൻഷ്യൽ മാനേജറിന്റെ പരീക്ഷകൾ, അങ്ങനെ പലതരത്തിലുള്ള എക്സാമിനേഷൻസ് ഉണ്ട്, അത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ സിലബസുമായിട്ട് ഒരു 80 to 90%, ഒരു 80 തൊട്ട് 90% അതിനോട് താരതമ്യപ്പെടുത്താവുന്ന പരീക്ഷകളുടെ സിലബസ് ആണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. യെസ്. ഇനി ഇവിടെ നമ്മൾ ഈ പരീക്ഷയായിട്ട് അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏതൊരു എക്സാം ആണെങ്കിലും നമ്മൾ സോട്ട് അനാലിസിസ് എന്ന് പറയും. ഓക്കെ. അല്ലെങ്കിൽ ടോസ് അനാലിസിസ് എന്നൊക്കെ പറയും. നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണ്, ഓപ്പർച്യൂണിറ്റി എന്താണ്, ത്രെഡ് എന്താണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഈ സിലബസ് എപ്പോ വന്നതാ, ഈ സിലബസ് ഈ എക്സാമിന്റെ കൺഫർമേഷൻ വന്ന ഡേറ്റിന്റെ സമയത്താണ് സിലബസ് വന്നത്. എന്ന് വെച്ചാൽ ഈ സിലബസ് പുതിയ സിലബസ് ആണ്. ഓക്കെ. ഈ സിലബസ് എന്താണ്, 100% നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ആ കാര്യം അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മുടെ സിലബസ് നമ്മൾ പഠിച്ച ബികോമിൽ അല്ലെങ്കിൽ നമ്മൾ +1 +2 ബികോം വരെ പഠിച്ച സാധനങ്ങളുടെ ആകത്തുകയാണ് വരുന്നത്. ഓക്കെ. അത് നമ്മുടെ സ്ട്രെങ്ത് ആണ്. നമ്മുടെ വീക്ക്നെസ് എന്താണ്, വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ തന്നിട്ടുള്ള ഈ സിലബസിന്റെ അകത്ത്, ഈ മൊഡ്യൂളിന്റെ അകത്ത് ചിലർക്ക് മാനേജ്മെന്റ് പേപ്പറുകൾ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് പേപ്പറുകൾ, അങ്ങനെയുള്ള തിയറി പേപ്പറുകളായിരിക്കും താല്പര്യം. ചിലർക്ക് ടെക്നിക്കൽ പേപ്പർ, ഇതിന്റെ അകത്ത് ഇൻകം ടാക്സ് ഉണ്ട്, അക്കൗണ്ടിങ് ഉണ്ട്, അങ്ങനെയുള്ള പേപ്പറുകളായിരിക്കും താല്പര്യം. അപ്പൊ ഏതാണോ നിങ്ങളുടെ താല്പര്യം അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ ഫിക്സ് ചെയ്യുക. അവിടെയാണ് പ്രശ്നം. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് അക്കൗണ്ട്സ്, ഓഡിറ്റിങ്, ഇൻകം ടാക്സ് ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഒരു ധാരണയുണ്ടെങ്കിൽ നിങ്ങൾ അതെന്ത് ചെയ്യുക, നിങ്ങൾ അവസാനത്തെ സമയത്തേക്ക് വെക്കുക. എന്നിട്ട് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, അറിയത്തില്ലാത്തത് പഠിച്ചു തുടങ്ങാം. മനസ്സിലാവുണ്ടോ? യെസ്. ഈ രീതി നിങ്ങളുടെ വീക്ക്നെസ്സുകളെ നിങ്ങൾ എന്താക്കി മാറ്റുക, ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റുക. ഓക്കെ. ഇപ്പൊ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഈ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമുക്ക് കഴിഞ്ഞ തവണ 2019 പരീക്ഷയ്ക്ക് നോട്ടിഫിക്കേഷൻ വന്നത് 13 വേക്കൻസി ആയിരുന്നു. 13 വേക്കൻസി ആയിരുന്നു നോട്ടിഫിക്കേഷൻ വന്നത്. ഓക്കെ. അതില് 30 അഡ്വൈസുകൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ അഡ്വൈസുകൾ പോയിട്ടുണ്ട്. യെസ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. നിങ്ങൾ നോട്ടിഫിക്കേഷൻ കണ്ടുമ്പോൾ അറിയാം. എന്ന് പറഞ്ഞാൽ എന്താ, പരമാവധി 30 അല്ല, ഓക്കെ, ഒരു 60-70 വേക്കൻസിയോളം എന്തായാലും ഷുവറായിട്ട് അഡ്വൈസ് പോകും. ഒരു 100+ എങ്കിലും സംഭവിക്കും എന്നുള്ള രീതിയിലാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പൊ അത്രത്തോളം എസ്റ്റിമേറ്റഡ് ആണ്, ആന്റിസിപ്പേറ്റഡ് ആണ്.
ഓക്കെ, അതുകൊണ്ട് അത്രമാത്രം വേക്കൻസികൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഓപ്പർച്യൂണിറ്റിയാണ്. ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ത്രെഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ ബികോം കുട്ടികളുണ്ടാവും, ഇതിൽ എംകോം കുട്ടികളുണ്ടാവും, ഇതിൽ നെറ്റ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടാവും. ഓക്കെ, ക്ലിയർ. ഇതിൽ ബികോം കഴിഞ്ഞിട്ട് ACCA CA പോലെ കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികളുണ്ടാവും. മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് നമ്മുടെ കോമ്പറ്റീറ്ററിനെ ശരി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം. വെറുതെ നമ്മൾ പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു, പോകുന്നു എന്നുള്ളതിനെ മറിച്ച് നമ്മുടെ ത്രെഡ് എന്താണ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, എനിക്ക് ബികോമോ ഉള്ളെങ്കിൽ ഞാൻ മനസ്സിലാക്കണം എംകോമും നെറ്റും ഒക്കെ ഉള്ള കുട്ടികളും കൂടെ പരീക്ഷ എഴുതുന്നുണ്ടാവും. അപ്പൊ ആ തരത്തിലുള്ള ഒരു എന്താണ് സ്പീഡും ആ തരത്തിലുള്ള സബ്ജക്ട് നോളജും ഞാൻ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ അങ്ങനെ നമ്മുടെ അവസ്ഥ എന്താണോ, നമ്മുടെ നിലവിലുള്ള സബ്ജക്ട് നോളജ് എന്താണോ അതനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മുടെ സ്റ്റഡി പ്ലാൻ ഫിക്സ് ചെയ്യാൻ. അതാണ് നമ്മുടെ ത്രെഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ അവിടെയാണ് ഇപ്പൊ I+ ഒക്കെ പോലൊരു സ്റ്റാൻഡർഡൈസ്ഡ് സ്ഥാപനത്തിന്റെ ഒരു ഡിപ്പെൻഡൻസി അവിടെയാണ്. മനസ്സിലാണോ? നിങ്ങൾക്ക് ഈ ത്രെഡ്, ഈ വീക്ക്നെസ്സുകൾ, ഇതൊക്കെ എങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓവർകം ചെയ്യാൻ പറ്റും. അവിടെയാണ് നമ്മുടെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ പറയുന്നത്. കാരണം മികച്ച അധ്യാപകരെ വെച്ചിട്ട് ആ മികച്ച രീതിയിൽ ഒരു സ്റ്റഡി പ്ലാൻ I+ അത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തിട്ടാണ് ഇത് പോകുന്നത്. ഓക്കെ, അപ്പൊ അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മേഖലകളൊക്കെ കുറച്ചും കൂടെ നല്ല രീതിയിൽ കോൺട്രിബ്യൂഷൻസ് എത്താൻ പറ്റും. ഇപ്പൊ എല്ലാം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമുക്കെല്ലാം തന്നെ പഠിച്ചോ അല്ലെങ്കിൽ തന്നെ എന്താണ് ഒരു 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 ഇൻവെസ്റ്റ്മെന്റ് കൊടുത്തിട്ടോ ഒന്നും മുന്നോട്ട് പോകാൻ പറ്റുന്നൊന്നുമില്ല. ഈ പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തുണ്ടാകണം, ഏതെങ്കിലും ഒരു എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ എന്താണ് നമുക്കൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നല്ലതാണ്. അത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഏതൊരു പരീക്ഷയ്ക്ക് പോയാലും, പ്രത്യേകിച്ച് PSC പരീക്ഷ, നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, സിലബസ് മനസ്സിലാക്കിയിരിക്കണം. സിലബസ് ഒരു 1-2 വട്ടമെങ്കിലും മക്കളെ വായിച്ച് നോക്കിയിരിക്കണം. ക്ലിയർ ആയോ? നിങ്ങൾ ഇപ്പൊ കാട് കയറി വെടിവെക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു, ഒന്നും കാര്യമില്ല. സിലബസ് എവിടെയാണോ അവിടെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, പ്ലേസ് ചെയ്തിരിക്കണം. സിലബസ് നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചിട്ട് ശേഷം മാത്രമേ ഞാൻ പറയുള്ളൂ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാവുള്ളൂ. ചിലർ എന്താ വെച്ചാൽ കൂടുതൽ നമ്മൾ പ്രീവിയസ് ഇയർ ചെയ്യും. പ്രീവിയസ് ഇയർ ചെയ്യുമ്പോൾ എന്താ, ഓരോ പരീക്ഷയുടെ സിലബസ് വ്യത്യസ്തമാണ്. നിങ്ങളുടെ സിലബസിന്റെ ബേസ് ചെയ്തിട്ടുള്ള എക്സാക്ട് പരീക്ഷ 1, 2, 3 പരീക്ഷകളാണ് കൃത്യമായിട്ട് നടന്നിട്ടുള്ളത്. അതിന് നിങ്ങൾക്ക് 1, 2, 3 ദിവസം കൊണ്ട് ആ പ്രീവിയസ് ഇയർ തീരും. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം മറ്റ് പരീക്ഷകളിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പൊ അത് ആ ക്വസ്റ്റ്യൻസ് എല്ലാം ആ പരീക്ഷ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ഫോക്കസ്ഡ് അല്ലാണ്ടായി പോകും. പല ക്വസ്റ്റ്യൻസുകൾ ചെയ്തുകൊണ്ട് കാട് കയറിപ്പോകും. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇപ്പൊ ഞാനൊക്കെ എൻ്റെ നെറ്റൊക്കെ പഠിക്കുമ്പോൾ, നമ്മളൊക്കെ PG ഒക്കെ പഠിക്കുമ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഐഡിയ ആണ്. ഇപ്പൊ HR പഠിക്കുന്നു. HR പഠിച്ചിട്ട് കുറച്ചധികം പ്രീവിയസ് ഇയർ നമ്മൾ വെക്കുന്നു. എന്നിട്ട് ഈ നമ്മുടെ ഷോർട്ട് നോട്ട് ഉണ്ടല്ലോ, അത് വെച്ച് നമ്മൾ പഠിക്കുന്നു. എന്നിട്ട് ഈ ഷോർട്ട് നോട്ടും ഈ പ്രീവിയസ് ഇയറും വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഈ പ്രീവിയസ് ഇയർ എല്ലാം നമ്മുടെ ഈ ഷോർട്ട് നോട്ട് വെച്ചിട്ട് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ നോക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ഷോർട്ട് നോട്ട് വെച്ചിട്ട് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം ചെയ്ത് നോക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ നമ്മൾ നോക്കും. ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളാണോ ആഡ് ഓൺ ചെയ്യേണ്ടത് അതും കൂടെ നമ്മുടെ ഷോർട്ട് നോട്ടിലേക്ക് ഉൾപ്പെടുത്തും. ഇങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഷോർട്ട് നോട്ടുകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ പഠിച്ചു പോകേണ്ടത്. ഇതാണ് ആക്ച്വലി പഠനത്തിന്റെ വേ എന്ന് പറയുന്നത്. പിന്നെ നമ്മളെ സംബന്ധിച്ചോളം പല ജോലിയും പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ എന്താണ് ഇത് കുറേയധികം സമയം കൺസ്യൂം ചെയ്ത് പോകേണ്ട ഒരു സ്റ്റഡി പ്ലാൻ ആണ്. അപ്പൊ ക്രാഷ് അല്ലെങ്കിൽ ഇത്ര ഡേയ്സിനുള്ളിൽ വരുന്ന പരീക്ഷ അഭിമുഖീകരിക്കാൻ നമുക്ക് ഈ രീതിയിൽ പോകാൻ പറ്റണമെന്നില്ല. അവിടെ നിങ്ങൾക്ക് എന്താണ് സ്പീഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലും ക്വിക്കായിട്ട് വായിച്ചു പോകാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ. സിലബസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം ടേബിൾ, ഇതുവരെ ടൈം ടേബിൾ ചെയ്യാത്തവരും ടൈം ടേബിൾ എവിടെയോ നമ്മളും എവിടെയോ പോകുന്നവരും എല്ലാവരും കൂടെ ഒന്നുകൂടെ ആലോചിക്കാം. നിങ്ങൾ ഇന്നെങ്കിലും ഈ നമ്മുടെ ഈ വെബിനാർ കഴിയുമ്പോഴെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടൈം ടേബിൾ നിങ്ങൾ 13-ാം തീയതി വരെ വെക്കണ്ട, 12-ാം തീയതി വരെയുള്ള ഒരു ടൈം ടേബിൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, വെക്കുക. കാരണം ടൈം ടേബിൾ ഇല്ലാതെ നിങ്ങൾക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല. ടൈം ടേബിൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, നമ്മൾ പറഞ്ഞു സോൾവഡ് എന്താണ് എക്സാമിനേഷൻ പേപ്പറുകൾ അല്ലെങ്കിൽ ഓൾഡ് പേപ്പറുകൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റുക. നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലെ. യെസ്, മോക്ക് ടെസ്റ്റ് നിങ്ങൾ ടൈം കൂടെ വെക്കുമ്പോൾ നല്ലതാണ് കേട്ടോ. അത് ഞാൻ ക്വസ്റ്റ്യൻസ് എടുക്കുമ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. എങ്ങനെയാണ് ടൈം അനുസരിച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു പോകേണ്ടത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. പിന്നെ ഷോർട്ട് നോട്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ നോട്ട് തരുന്നുണ്ട്. ആ ഡെയിലി നോട്ടുകൾ നിങ്ങൾക്ക് റിവ്യൂ ചെയ്താൽ പോയാൽ മതിയായിരിക്കും. യെസ്, പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇവിടെയാണ് നമ്മുടെ നെഗറ്റീവ് മാർക്ക്.
കേട്ടോ. ഗസ്സിങ് ആയിട്ടുള്ള ഒരു സാധനങ്ങളും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ ആൻസർ ചെയ്യുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല. അത് അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വേണം പോകാൻ. മനസ്സിലാണ്ടോ? ഈ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഷുവർ ആയിട്ടുള്ള, അത് നിങ്ങളുടെ കോൺഫിഡൻസുമായിട്ടാണ് നിങ്ങൾ ബന്ധപ്പെടുന്നത് കേട്ടോ. ഒരു സാധനം വായിച്ചു കൃത്യമായിട്ടുള്ള ഫണ്ടമെന്റൽ നോളജ് നിങ്ങൾക്ക് അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഗസ്സിലേക്ക് പോകില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ ഗസ് എടുക്കാനുള്ള കാരണം ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ്. ലാക്ക് ഓഫ് കോൺഫിഡൻസ് എങ്ങനെ വരുന്നു എന്നുള്ള കാരണം സബ്ജക്ട് നോളജിന്റെ അവൈലബിലിറ്റി കുറവായതുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ എപ്പോഴും ആലോചിക്കണം, പഠിക്കുന്ന കാര്യങ്ങൾ വൃത്തിയായിരിക്കണം. മനസ്സിലാണ്ടോ? അത് എവിടെ നിന്ന് ചോദിച്ചാലും എനിക്ക് വൃത്തിയാക്കണം. നിങ്ങൾ ഒരു 5% പഠിക്കുന്നുള്ളൂ, മതി. ആ 5% സ്ട്രോങ് ആയിരിക്കണം. മനസ്സിലാണ്ടോ? അവിടെ നിങ്ങൾ ബബ്ബ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഗസ്സിങ്ങിലേക്ക് പോകും. ഉള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, മൈനസിലേക്ക് പോകും. അപ്പൊ ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾ പരീക്ഷയെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മോക്ക് ടെസ്റ്റുകൾ, പ്രീവിയസ് ഇയർ എക്സാമിനേഷൻസ് കൃത്യമായിട്ട് നിങ്ങൾ എങ്ങനെയാണോ പരീക്ഷ PSC എഴുതാൻ പോകുന്നത് ആ തരത്തിൽ എഴുതണം. ഓക്കെ. ദെൻ ബി റെഗുലർ. ദാറ്റ് മീൻസ് എന്താണ്? ഡെയിലി ആയിട്ടുള്ള ഒരു സ്റ്റഡി, ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റഡി, ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്റ്റഡി, അത് നിങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്നുള്ള രീതിയിൽ നമ്മൾ ഏതൊരു കോമ്പറ്റേറ്റീവ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്ന ഒന്നാണ്. യെസ്. നമുക്ക് ഇനിയും എന്താണ് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന്റെ തരത്തിലുള്ള എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻസ് വരുന്നതെന്നും എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻസിന്റെ രീതികൾ പോകുന്നതെന്നുള്ളത് കൊണ്ട് മനസ്സിലാകാം. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതണം. ഓക്കെ. നിങ്ങൾ ആ ആൻസറുകൾ ഏതൊക്കെയാണെന്നുള്ളത് കമന്റ് ബോക്സിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ സെക്ഷൻ കൊണ്ടുള്ള ഏറ്റവും കാലികമായിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതിൽ നിങ്ങളുടെ ഒരു കൃത്യമായിട്ടുള്ള സഹകരണം ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്തൊരു ഔട്ട്പുട്ട് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത് മക്കളെ വെറുതെ കുറച്ച് ക്വസ്റ്റ്യൻ എടുത്തിട്ടേക്കുമല്ല, നിലവിൽ ചോദിച്ചിട്ടുള്ള 2025-ലും 2024-ലും 2023-ലും 2022-ലും, അതായത് ഈ തൊട്ടടുത്ത് കഴിഞ്ഞ ദിവസം നടന്ന പരീക്ഷകൾ ഉൾപ്പെടെയുള്ള നമ്മുടെ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ മാത്രം ഉൾപ്പെടുത്തിയെന്നുള്ള പ്രീവിയസ് ഇയർ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അവസ്ഥ എന്താണ്, എങ്ങനെയാണ് നിങ്ങളുടെ മാർക്ക് പോകുന്നത്, ഏത് രീതിയിലാണ് നിങ്ങൾ പഠിക്കേണ്ടത്, ഇനിയുള്ള ഇത്രയും ദിവസം 40 ദിവസം അടുത്ത് നമ്മുടെ കയ്യിലുണ്ട്, ആ ദിവസങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്തണം, ഞാൻ ഇന്ന് എവിടെ നിൽക്കുന്നു എന്നുള്ളതെല്ലാം നമുക്ക് ഈ കുറച്ച് സമയം കൊണ്ട് മനസ്സിലാക്കും. അപ്പൊ അതുകൊണ്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ കേട്ടോ. എല്ലാവരുടെയും സഹകരണം ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മളൊരു റേഡിയോ പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നുള്ള ഒരു കാര്യം ഇവിടെ ഉണ്ടാകുന്നില്ല. മറിച്ച് നിങ്ങൾക്കത് കോൺക്രീറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടണം, ആ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. യെസ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വരുന്നത് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യന്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസ് KSFE-യുടെ മാനേജർ പോസ്റ്റിലോട്ടുള്ള പരീക്ഷയുടെ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിൽ വരുന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിങ്ങൾ നോക്കിക്കേ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫിക്സ്ഡ് അസറ്റ്. നിങ്ങൾക്ക് ഫിക്സ്ഡ് അസറ്റ് എന്താണെന്നറിയാം, ബിൽഡിംഗ് എന്താണെന്നറിയാം, മിഷനറി എന്താണെന്നറിയാം, ഗുഡ് വിൽ എന്താണെന്നറിയാം, ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് അറിയാം. ക്വസ്റ്റ്യൻ ചോദിച്ചത് മനസ്സിലായോ? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫിക്സ്ഡ് അസറ്റ്. നമ്മൾ വർഷങ്ങളായിട്ട് ബാലൻസ് ഷീറ്റ് ചെയ്യുന്നതാണ് അല്ലെ. +1 +2 ഒക്കെ എത്ര ബാലൻസ് ഷീറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെ. ഇപ്പൊ ഫിക്സ്ഡ് അസറ്റ് ഒക്കെ നമുക്കറിയാം. കറണ്ട് അസറ്റ് എന്താണ്, ഫിക്സ്ഡ് അസറ്റ് എന്താണ്, ഫിക്റ്റീഷ്യസ് അസറ്റ് എന്താണ്, ഇൻടാഞ്ചിബിൾ അസറ്റ് എന്താണ്, ടാഞ്ചിബിൾ അസറ്റ് എന്താണ് അല്ലെ, എല്ലാം നമുക്കറിയാം. യെസ്. അങ്ങനെയാണെങ്കിൽ ഈ താഴെ പറയുന്നതിൽ ഏതാണ് ഫിക്സ്ഡ് അസറ്റ് അല്ലാത്തത്? പെട്ടെന്ന് ആൻസർ കമന്റ് ചെയ്യണേ. കാരണം ഒരു നല്ലൊരു ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് 1 മണിക്കൂർ സെക്ഷൻ ആണ്. നിങ്ങൾ ആൻസർ കോപ്പറേറ്റ് ചെയ്ത് പറയുവാണെങ്കിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതനുസരിച്ച് ഉള്ള ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഉറപ്പായിട്ടും നമ്മൾ ഈ പറയുന്നത് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യനകത്തുനിന്ന് ഒരു 3-4 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിച്ചിരിക്കും. അല്ലെങ്കിൽ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള റിപ്പീറ്റ്ലി ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. യെസ്. നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. Which one of the following is not a fixed asset? രണ്ടുമൂന്ന് പേരും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് കടക്കാം. 2-3 പേരും കൂടെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറിലേക്ക് കടക്കാം. നിങ്ങളുടെ ചാറ്റ് ബോക്സ് ഉണ്ട്, നിങ്ങളെ കാണുന്നില്ല, കേൾക്കുന്നില്ല, അറിയുന്നില്ല. ചാറ്റ് ബോക്സിലിട്ട് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു അഭിപ്രായം കാണുമല്ലോ. ഫിക്സ്ഡ് അസറ്റ് വലിയ പ്രത്യേകിച്ച് ഒരു +1 +2 കുട്ടികളോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ് കേട്ടോ. പക്ഷെ വളരെ കൺഫ്യൂസിങ് ആണ്, വളരെ ട്രിക്കിയാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉറപ്പായും ഉണ്ടാകും കേട്ടോ പരീക്ഷയ്ക്ക്. 2 പേരും കൂടെ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം.
10-60 ആളുകൾ ഇതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്. ഇതിൽ തന്നിരിക്കുന്നതിനകത്ത് ഫിക്സ്ഡ് അസറ്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഒരു പരീക്ഷ അഭിമുഖീകരിക്കാൻ പറ്റും? യെസ്, ആൻസർ ഏതാണ് വരുന്നത്? ഇൻവെസ്റ്റ്മെന്റ് ആണ് വരുന്നത്. ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, നമുക്ക് ആൻസർ അല്ല പ്രശ്നം, വൈ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് പ്രശ്നം. നിങ്ങൾ ഈ ഓപ്പറേഷൻ ഡെഫിനിഷൻ എന്ന് നമ്മൾ അതിനെ കൃത്യമായിട്ട് പറയും കേട്ടോ മക്കളെ. ഓപ്പറേഷൻ ഡെഫിനിഷൻ. ഓക്കെ, ഓപ്പറേഷൻ ഡെഫിനിഷൻ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോവാം നിങ്ങൾക്ക്. ഓപ്പറേഷൻ ഡെഫിനിഷൻ അതായത് ഒരു കോൺസെപ്റ്റ് എന്താണോ അതിന്റെ കൃത്യമായിട്ടുള്ള ഓപ്പറേഷൻ ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം. എന്താണ് ഫിക്സഡ് അസറ്റ്, അതെന്താണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നതാണ് നമുക്ക് എന്ത് ചെയ്ത് ഈ ആൻസർ പാളിപ്പോയത് കേട്ടോ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ബുദ്ധിമാന്മാരാണെങ്കിൽ ഇടും, കാരണം ബേസിക് കോൺസെപ്റ്റ് ആണ്. അതറിയാതെ എങ്ങനെ ഈ കുട്ടി പഠിക്കും എന്നുള്ളതിനെ പറ്റി ധാരണ ഉണ്ടാവും. അതുകൊണ്ട് ഉറപ്പായിട്ട് ചോദിക്കും ഫിക്സഡ് അസറ്റ്സ്. ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഈ ഫീച്ചർ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ അത് ഫിക്സഡ് അസറ്റ് ആവുള്ളൂ. ഓക്കെ, ഒന്ന് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ അത് ഓപ്പറേഷൻ നേച്ചർ ആയിരിക്കണം. ഓപ്പറേഷൻ. ഓക്കെ, ഇപ്പൊ ഒരു പ്ലാന്റ് അതൊരു ഓപ്പറേഷൻ നേച്ചറിൽ പോകുന്ന നമുക്കതിനെ ഫിക്സഡ് ആയിട്ട് പറയാൻ പറ്റും. ക്ലിയർ ആയോ? ദെൻ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് നോട്ട് ഈസിലി കൺവേർട്ടർ ഇൻടു ക്യാഷ്. ക്യാഷ് ആക്കി നമുക്ക് ഈസിലി കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത അസറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മോർ ദാൻ 1 ഇയറിൽ ഹോൾഡ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ് എന്നാ പ്രശ്നം? ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഫിക്സഡ് അസറ്റിനകത്ത് നമ്മൾ 2 തരം അസറ്റ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? അല്ലെങ്കിൽ അസറ്റ് തന്നെ നമ്മൾ 2 തരത്തിലുണ്ട്. ഏതൊക്കെയായിരുന്നു? കറണ്ട് അസറ്റും വരുന്നുണ്ട്, നോൺ കറണ്ട് അസറ്റും വരുന്നുണ്ട് അല്ലെ? യെസ്. പക്ഷെ ഫിക്സ് അസറ്റ് തന്നെ കറണ്ട് അസറ്റും വരുന്നുണ്ട്, ഫിക്സഡ് അസറ്റും വരുന്നുണ്ട്. ക്ലിയർ? ഓക്കെ, ഫിക്സഡ് അസറ്റിനെ നമുക്ക് ഒരു ക്ലാസിഫിക്കേഷനും ഇല്ല. ഫിക്സഡ് അസറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് നോൺ കറണ്ട് അസറ്റ് ആയിരിക്കും. നോൺ കറണ്ട് അസറ്റ് ആയിരിക്കും. പക്ഷേ ഇൻവെസ്റ്റ്മെന്റ് അങ്ങനല്ല. ഇൻവെസ്റ്റ്മെന്റ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് കറണ്ട് ഇൻവെസ്റ്റ്മെന്റും ഉണ്ട്, ഒന്ന് നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റും ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഞാനൊരു 6 മാസത്തേന് ഒരു 5 ലക്ഷം രൂപ പോസ്റ്റ് ഓഫീസിൽ ഇട്ട് കഴിഞ്ഞാൽ അതെന്താടാ? അത് കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം 6 മാസത്തേനാണ് ഇട്ടേക്കുന്നത്, ലെസ് ദാൻ 1 ഇയർ ആണ്. ഞാൻ ഒരു 10 വർഷത്തേന് ഒരു 5 ലക്ഷം രൂപ കൊണ്ടുപോയി പോസ്റ്റ് ഓഫീസിൽ ഇട്ടാലോ? അതെന്താടാ? അത് നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ക്ലിയർ ആണെന്നുണ്ടോ? അപ്പൊ നേച്ചർ അനുസരിച്ച് ഇൻവെസ്റ്റ്മെന്റ് മാറും. ഇതാണ് വളരെ ഇമ്പോർട്ടന്റ്. പക്ഷെ ഫിക്സഡ് അസറ്റ് എന്തല്ല? ഫിക്സഡ് അസറ്റിന് ഒറ്റ ക്ലാസിഫിക്കേഷൻ ഉള്ളൂ. അതെന്താണ്? അത് നോൺ കറണ്ട് അസറ്റ് ആണ്. പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അതിന്റെ നേച്ചറിൽ അത് കറണ്ടും നോൺ കറണ്ട് ആയിട്ട് മാറും. ഇതിന്റെ ബേസിൽ നിന്നാണ് നമ്മളോട് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഗുഡ് വിൽ ഒക്കെ എന്താണ്? ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ് അല്ലെ? നമ്മൾ അസറ്റ് തന്നെയാണ്. യെസ്. പിന്നെ എന്താണ്? അസറ്റുകൾക്ക്, ഫിക്സഡ് അസറ്റുകൾക്ക് നിങ്ങൾ ആലോചിക്കണം, ഡിപ്രീസിയേഷൻ എപ്പോഴും ഉണ്ട്. ഓക്കെ, അവിടെ തന്നെ നിങ്ങളോട് വേറൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് നേരത്തെ പരീക്ഷയ്ക്ക്. ഓർത്തണം, ഫിക്സഡ് അസറ്റ് ആയിട്ടുള്ള ബിൽഡിങ്, മിഷനറിക്കൊക്കെയാണ് ഏത് വരുന്നടാ? ഡിപ്രീസിയേഷൻ വരുന്നത്. അതൊരു ടാഞ്ചിബിൾ അസറ്റ് ആണെങ്കിൽ മാത്രമേ, നോട്ട് ചെയ്യണേ, ടാഞ്ചിബിൾ അസറ്റ് ആണെങ്കിൽ മാത്രമേ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ടാഞ്ചിബിൾ അസറ്റ് ആണെങ്കിൽ മാത്രമേ ഡിപ്രീസിയേഷൻ വരുള്ളൂ. ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണെങ്കിൽ, ഗുഡ്വിൽ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്, അവിടെ ഡിപ്രീസിയേഷൻ അല്ല വരുന്നത്, അവിടെ അമോർട്ടൈസേഷൻ ആണ് വരുന്നത്. കേട്ടോ, ഇതും പ്രീവിയസ് ഇയർ ആണ്. അപ്പൊ ഇവിടെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പറഞ്ഞു. അപ്പൊ ഓർക്കണം, വളരെ സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻസ്. പക്ഷെ കെയർഫുൾ ആയിട്ട് ബേസിക് നോളജ് ഉള്ള ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വളരെ കൺഫ്യൂസിങ് ആണ്. നമുക്ക് തന്നെ ഇതിനകത്ത് ഗുഡ് വിൽ ആണെന്ന് ഉറപ്പായിട്ടും സാധ്യത വരും അല്ലെ? ഗുഡ് വിൽ ആണോ? ഒരു കാരണവശാലും ബിൽഡിംഗ് മിഷനറി അല്ല, ഇൻവെസ്റ്റ്മെന്റും അല്ല. പക്ഷെ നമ്മൾ പെട്ടെന്ന് കയറി ചാടി പിടിക്കുന്ന ഗുഡ് വിലാണ്. കാരണം വേറെ നൺ ഓഫ് ദ എബോവ് ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് അവിടെ ഒരു ഓപ്ഷൻ വരാം. ഇവിടെ ഇനി അതിബുദ്ധിമാനായിട്ടുള്ള ഒരാളെ ക്വസ്റ്റൻ ഉണ്ടെങ്കിലോ ഇവിടെ നൺ ഓഫ് ദ എബോവ് ഇടും. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് പറയും? ഇത്രയും സിമ്പിൾ ക്വസ്റ്റൻ ആണ് ബേസിക് ചോദിച്ചതെന്ന് പറയും അല്ലെ? പക്ഷെ എന്താണ്? കോൺക്രീറ്റ് ലെവലിൽ നിന്നുള്ളൊരു ക്വസ്റ്റൻ ആണ് വന്നത് അല്ലെ? ഇൻവെസ്റ്റ്മെന്റ്. യെസ്. അപ്പൊ ഓർത്തോണം, ഇൻടാഞ്ചിബിളിന് എന്താണ് നമ്മൾ കൊടുക്കുന്നത്? ഡിപ്രീസിയേഷൻ, അമോർട്ടൈസേഷൻ ആണ്. ഡിപ്രീസിയേഷനിലെ അമോർട്ടൈസേഷൻ. ഡിപ്രീസിയേഷൻ ഇല്ലാത്ത അസറ്റ് ഏതാണ്? ഡിപ്രീസിയേഷൻ ഇല്ലാത്ത അസറ്റ് അതേതാണ്? ലാൻഡ് ആണ് കേട്ടോ. ലാൻഡിന് ഡിപ്രീസിയേഷൻ ഇല്ല, ലാൻഡിന് അപ്രീസിയേഷൻ മാത്രമേ ഉള്ളൂ. യെസ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ആ ക്വസ്റ്റ്യൻ നമുക്ക് കയറി മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റണം, പല ആംഗിളിൽ ചിന്തിക്കാൻ പറ്റണം, പല സ്പേസിൽ കാണാൻ പറ്റണം. ഈ തരത്തിലൊക്കെ പോയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു കെയർഫുൾ ആയിട്ടുള്ള റാങ്ക് പൊസിഷനിൽ എത്താൻ പറ്റുള്ളൂ.
മനസ്സിലാണ്ടോ? ഇപ്പൊ PSC എന്താണ്, ഒരു 200 പേരെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ 190, 150, 160 വന്നിട്ട് കാര്യമുണ്ടോ? ഞാൻ റാങ്ക് ലിസ്റ്റ് വന്നെന്ന് പറയാം അല്ലെ? പക്ഷെ നിങ്ങൾ എഫോർട്ട് ഇട്ട് കോൺക്രീറ്റ് ലെവലിൽ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 10-50 താഴെയെങ്കിലും റാങ്കിൽ വരികയും നിങ്ങൾക്ക് ഷുവർ ആയിട്ട് ആ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അഡ്വൈസ് മേടിച്ചുകൊണ്ട് കയറാൻ പറ്റുകയും ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ആ തരത്തിൽ നിങ്ങൾ പഠിക്കുമ്പോൾ, അത് ഞാനൊരു ഈ ഫിക്സഡ് അസറ്റ് ഇടാൻ തന്നെ കാരണം, എനിക്കറിയാം കുറെ ആൾക്കാർക്ക് തെറ്റുമെന്ന്, ഇടാൻ തന്നെ കാരണം നിങ്ങളുടെ പഠനം എങ്ങനെയാണ് പോകുന്നത് നിങ്ങളെ തന്നെ ഒന്ന് ബോധ്യപ്പെടുത്താനാണ് അല്ലെ? നമ്മൾ ജന്മജന്മാന്തരങ്ങളായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞ പോലെയാണ്, ജന്മജന്മാന്തരങ്ങളായിട്ട് കാണുന്നതാണ് ഫിക്സഡ് അസറ്റ്. ഏത് ഉറക്കപ്പിച്ച് ചോദിച്ചെന്ന് പറഞ്ഞാലും ഫിക്സഡ് അസറ്റ് എന്താണ്, കറണ്ട് അസറ്റ് എന്താണ്, കറണ്ട് ലൈബിലിറ്റി എന്താണ്, ലോൺ ലൈബിലിറ്റി എന്താണ്, ഇതൊക്കെ നമുക്ക് എന്ത് വേണം. നമ്മളിപ്പോ ഒരു പ്ലസ് 1 കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ വേണേ ട്യൂഷൻ വരെ പഠിപ്പിക്കും, ശരിയല്ലേ? പക്ഷെ ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ പതറിപ്പോകും. അവിടെയാണ് പ്രശ്നം. നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ക്ലാരിറ്റി ഇല്ല, സബ്ജക്റ്റിൽ ക്ലാരിറ്റി ഇല്ല. പഠിക്കുന്നത് നമ്മൾ എന്തിനായിക്കോ വേണ്ടിയാണ് പഠിക്കുന്നത്, മനസ്സിലാക്കാൻ വേണ്ടിയല്ല. ഇവിടെ ഒരു മാറ്റം ഉണ്ടാകണം. അതിനാണ് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇട്ടത്. ഓക്കെ, ഇനി നമ്മൾ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നിങ്ങൾ കൂടുതൽ സമയം നമുക്ക് 1 മണിക്കൂർ സെക്ഷൻ ആണ്, കുറച്ചും കൂടെ സമയം കൂടിയാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ഇതിനകത്ത് ഒരു ലേണിംഗ് ഔട്ട്കം കിട്ടണം. അതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് യെസ്, ഓക്കെ, നിങ്ങൾക്ക് എന്റെ കൂടെ കൂടാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ക്ലിയർ ആണോ? അത് മനസ്സിലാകട്ടെ. കമന്റ് താടേ ഓക്കെ ആണ്. ഓക്കെ, യെസ്, അത് മതി. ഓക്കെ യെസ് മക്കളെ, നമ്മൾ ഇതിൻ്റെ അകത്ത് ഓരോ ക്വസ്റ്റ്യനും റിപ്പീറ്റ്ലി വന്നേക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഒന്ന്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മളിത് അത്രയും പണിയെടുത്തിട്ടാണ് ക്വസ്റ്റ്യൻ എടുത്തിട്ടേക്കുന്നത്. അല്ലാതെ നമ്മൾ വെറുതെ ഒരു വെബിനാർ നടത്തുന്നു, എന്നാൽ കുറച്ച് ക്വസ്റ്റ്യൻ കൊടുക്കുക, അങ്ങനെയൊന്നും അല്ല. നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആകുന്ന രീതിയിലാണ്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഞാൻ ഇതിന്റെ അകത്ത് ഞാൻ പറയുന്ന ഫാക്ട്സ് എല്ലാം നിങ്ങൾ കുറിച്ച് വെച്ചോണം കേട്ടോ. ഈ പറയുന്ന ഫാക്ട്സ് എല്ലാം നിങ്ങൾ കുറിച്ച് വെച്ചോണം. അതെല്ലാം നിങ്ങൾക്ക് എക്സാമിന് ഉപകാരപ്പെടുന്ന ഫാക്ട്സ് ആണ് കേട്ടോ. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറെ ആൻസറുകൾ ചെയ്യാൻ പറ്റും. യെസ്, അപ്പൊ നമ്മൾ കുറച്ച് സ്പീഡിൽ പോകും, കാരണം കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരമാണ് കേട്ടോ. അതുകൊണ്ടാണ്. യെസ് മക്കളെ, നോക്കിയേ, ഡിവിഷണൽ അക്കൗണ്ട് ആണ്. ഡിവിഷണൽ അക്കൗണ്ട് ഈ കഴിഞ്ഞിടക്ക് നടത്തിയ പരീക്ഷ കേട്ടോ. ഡേറ്റ് ഓഫ് ടെസ്റ്റ് നോക്കിയേ 10 മെയ് 2025. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ സിലബസിനുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഓർക്കുക, നമ്മുടെ സിലബസിൽ നിന്ന് ഡയറക്റ്റ് ചോദിച്ചാണ്. നമുക്കറിയാലോ, നമ്മുടെ സിലബസിന്റെ അകത്ത് അക്കൗണ്ടിങ്ങിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഏതാണ് കൊടുത്തേക്കുന്നത് അല്ലെ? P&Lന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്, ട്രയൽ ബാലൻസിന്റെ, ജേണലിന്റെ എല്ലാം നമ്മുടെ സിലബസിലുള്ളതാണ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിയറസ്റ്റ് പ്ലാറ്റ്ഫോമിൽ ചോദിച്ച പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആണ്. യെസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ അബൌട്ട് ജേണൽ? Journal is a book of prime entry. Journal is prepared to classify the business transaction. Business transaction are recorded in the journal only after being recorded in the ledger. പെട്ടെന്ന് ആൻസറിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്നിലേക്ക് പോകാം. ട്രൂ ആട്ടോ, ട്രൂ. ജേണലിനെ മനസ്സിലാക്കണം, ലെഡ്ജറിനെ മനസ്സിലാക്കണം. എന്താണ് ജേണലും ലെഡ്ജറും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. ഇത് രണ്ടൊന്നും വരുമ്പോൾ ആൻസർ പാടാ. യെസ്, മജോറിറ്റി ആൾക്കാർക്ക് ആൻസർ കിട്ടുന്നുണ്ട്. എന്താണ് ആൻസർ അല്ലെ? എ ആണ് ആൻസർ. യെസ്, നമുക്ക് 2 പ്ലാറ്റ്ഫോം വേണം. ഒന്ന് ജേണലും വേണം, ഒന്ന് ലെഡ്ജറും വേണം. ഓക്കെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നോട്ട് ഔട്ട് ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ആണ് ജേണൽ. ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി വിളിക്കുന്ന പേരാണ് ജേണൽ. ക്ലിയർ ആയോ? ബുക്ക് ഓഫ് പ്രൈം എൻട്രി എന്നറിയപ്പെടുന്നതും, പ്രൈം എൻട്രി അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്, പ്രൈം എൻട്രി എന്നറിയപ്പെടുന്നതും ജേണലാണ്. ഇനി ഫസ്റ്റ് എൻട്രി, ബുക്ക് ഓഫ് ഫസ്റ്റ് എൻട്രി എന്ന് ചോദിച്ചാൽ അതും ജേണലാണ്. ബുക്ക് ഓഫ് ഫസ്റ്റ് എൻട്രി എന്ന് ചോദിച്ചാലും, ഒറിജിനൽ എൻട്രി എന്ന് ചോദിച്ചാലും, പ്രൈം എൻട്രി എന്ന് ചോദിച്ചാലും എല്ലാം ജേണലാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ജേണലിൽ എങ്ങനെയാണ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ക്രോണോളജിക്കൽ ഓർഡറിലാണ് ജേണലിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. ക്രോണോളജിക്കൽ ഓർഡറിലാണ് എന്ന് വെച്ചാൽ എന്താണ്? ഡേറ്റ് ബേസ് ആണ്, ഡേറ്റ് ബേസ്. മനസ്സിലാവുണ്ടോ? യെസ്, പക്ഷെ ലെഡ്ജറിൽ അങ്ങനെയല്ല, അത് വ്യത്യാസമുണ്ട് കേട്ടോ. അത് ശ്രദ്ധിച്ചോണം. ഇപ്പൊ ക്രോണോളജിക്കൽ ഓർഡറിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ജേണലില്. ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി, പ്രൈം എൻട്രി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്തായിരിക്കണം? അത് ജേണലാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ജേണലിൽ റെക്കോർഡ് ചെയ്യുന്നതിന് നമ്മൾ ടെക്നിക്കലി വിളിക്കുന്ന പേരാണ് ഏതാ? ജേണലൈസിങ്. ഇതും പ്രീവിയസ് ആണ്, ജേണലൈസിങ്. യെസ്, നമ്മൾ സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് കാര്യം, ജേണലൈസ് എന്ന് പറഞ്ഞാൽ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ആണ് ജേണലൈസിംഗ് എന്ന് പറയുന്നത്. യെസ്,
ബുക്ക് ഓഫ് പ്രിൻസിപ്പൽ എൻട്രീനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ലെഡ്ജർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സെക്കൻഡ് എൻട്രീനെ നമ്മൾ എന്തായിട്ട് പറയും? ബുക്ക് ഓഫ് സെക്കൻഡ് എൻട്രി എന്ന് ചോദിച്ചാലും ഓർത്തോണം അത് ലെഡ്ജർ ആണ്. ഇനി ഒരു തവണ പരീക്ഷ ചോദിച്ചാണ് കിങ് ഓഫ് ബുക്ക് ഏതാണ്? നമുക്ക് കുറെ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. കിങ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് ലെഡ്ജർ ആണ്. ഓക്കെ, ഇനി ലെഡ്ജർ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട്സിനെ വിളിക്കുന്ന പേരാണ് ലെഡ്ജർ. ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട്സിനെ വിളിക്കുന്ന പേരാണ് ലെഡ്ജർ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ജേണൽ പഠിക്കുന്നുണ്ട്, ലെഡ്ജർ പഠിക്കുന്നുണ്ട്, റൈവാൻസ് പഠിക്കുന്നുണ്ട്, ട്രേഡിംഗ് പിയാനലും ബാലൻസ് ഷീറ്റും ഒക്കെ പഠിക്കുന്നുണ്ട്. അങ്ങനെ പഠിക്കുമ്പോൾ തന്നെ ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി എന്ന് ചോദിച്ചാലും ഇമ്പോർട്ടന്റ് ആണ്. ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി എന്ന് ചോദിച്ചാലും അത് ലെഡ്ജർ ആണ്. ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി എന്ന് ചോദിച്ചാലും ലെഡ്ജർ ആണ്. ഓക്കെ, ഇപ്പൊ ലെഡ്ജറിന്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്താണ്? ക്ലാസിഫൈങ് ഓൾ ട്രാൻസാക്ഷൻസ്. എല്ലാ ട്രാൻസാക്ഷനെയും ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക, അതാണ് ലെഡ്ജർ. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട്, ഒരു തവണ പരീക്ഷയ്ക്ക് ചോദിച്ചാണ്, ജേണൽ എന്ന് പറഞ്ഞാൽ അത് ടെമ്പററി ബുക്ക് ഓഫ് റെക്കോർഡിനെയാണ്. ടെമ്പററി ബുക്ക് ഓഫ് റെക്കോർഡിനെയാണ് ജേണൽ എന്ന് പറയുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ടെമ്പററി ബുക്ക് ഓഫ് റെക്കോർഡ്സിനാണ് ജേണൽ എന്ന് പറയുന്നത്. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ പെർമനന്റ് ബുക്ക് ഓഫ് അക്കൗണ്ട്സിനാണ്. പെർമനന്റ് ബുക്ക് ഓഫ് അക്കൗണ്ട്സിനെയാണ് എന്ന് പറയുന്നത് ലെഡ്ജർ എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയല്ലോ? ഇത്രയും കാര്യങ്ങൾ നോട്ട് ഔട്ട് ചെയ്തോണം. നമ്മൾ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്ര സ്പീഡിൽ അതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും പറഞ്ഞു പോകാത്തത് കേട്ടോ. ഇത് നിങ്ങൾ ലാസ്റ്റ് പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജേണൽ എന്ന് പറഞ്ഞാൽ ടെമ്പററി ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ആണ്. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ പെർമനന്റ് ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ആണ് കേട്ടോ. യെസ്, കാരണം നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫാക്ട്സും ഈ ക്ലാസ്സിൽ പറയും. നമ്മളൊരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ നിലവിൽ PSC നമ്മൾ എവിടെ നിന്നൊക്കെ എടുക്കുന്നുണ്ടോ, PSC സെറ്റ് ഒരു വർഷം 2 തവണ പരീക്ഷ നടത്തും. അത് നമ്മുടെ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഒരു 10 വർഷം ആകുമ്പോൾ എത്ര ക്വസ്റ്റ്യൻ വരും ആലോചിച്ച് നോക്കുക. നെറ്റ് ഒരു വർഷം രണ്ട് പരീക്ഷ നടത്തും. അത് തന്നെ എന്താണ്, ഒരു 10-15 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് നോക്കുക. ഇനി ഇത് കൂടാണ്ട് സെറ്റ് എക്സാമുകൾ, സെലക്ട് എന്ന് പറയും, മറ്റ് സ്റ്റേറ്റുകൾ നടത്തുന്ന പരീക്ഷ സെറ്റ് എക്സാം, സെലക്ട് എന്ന് പറയും. അതിനുണ്ട് ഒരു വർഷം 2 തവണ വെച്ച്. അങ്ങനെ 10-15 സ്റ്റേറ്റുകൾ, 12 സ്റ്റേറ്റുകളാണെന്ന് തോന്നുന്നു നടത്തുന്ന പരീക്ഷകളുണ്ട്. അപ്പൊ അത്രയും ഡേറ്റാബേസ് നമ്മുടെ ഉണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം ആകത്തുകയാണ് നിങ്ങളോട് പറയുന്നത്. അപ്പൊ ഇവിടുന്ന് എവിടെ നിന്നൊക്കെ ചോദിക്കത്തുള്ളൂ കേട്ടോ, അല്ലാതെ നമുക്ക് ചോദിക്കാൻ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഫോക്കസ് ചെയ്യണം. യെസ്, നോക്കിയാടാ, ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ പരീക്ഷ കേട്ടോ. ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ പരീക്ഷയാണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആ സാമ്പിൾ ജേണലിനെ ബേസ് ചെയ്തിട്ടാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആ സാമ്പിൾ ഈസ് റെക്കോർഡ് ഇൻ ദ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ബൈ ഡെബിറ്റിംഗ് പർച്ചേസ് അക്കൗണ്ട്, ഡെബിറ്റിംഗ് അഡ്വർടൈസ്മെന്റ് അക്കൗണ്ട്, ഡെബിറ്റിംഗ് ഡ്രോയിങ് അക്കൗണ്ട്. ഏതിന് ഡെബിറ്റ് കൊടുക്കുന്നു നോക്കിയാൽ മതിയല്ലോ, ആൻസർ കിട്ടുമല്ലോ. നമുക്ക് നിങ്ങൾക്കിപ്പം നോക്കി ഓക്കെ, നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. പെട്ടെന്ന് കമന്റ് ചെയ്യണേടാ, നമുക്ക് അടുത്തേക്ക് പോവാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. ഈ നിങ്ങളോട് ജേണൽ എൻട്രി ചോദിക്കും ഉറപ്പായിട്ടും. അക്കൗണ്ട്സ് ആയതുകൊണ്ട് നിങ്ങളോട് ജേണൽ എൻട്രി ഫ്രെയിം ചെയ്യാൻ ചോദിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ ഓർത്ത് വെച്ചോ, പർച്ചേസ്, സെയിൽസ്, ഫയർ ഇൻഷുറൻസ് അല്ലെങ്കിൽ ഇൻഷുർഡ് ആകുന്ന കേസ്, അതിലൊക്കെ ആയിരിക്കും നിങ്ങളോട് ജേണൽ എൻട്രി ചോദിക്കുന്നത്. ഡിപ്രീസിയേഷന്റെ ജേണൽ എൻട്രി, ഇതൊക്കെയാണ് സാധാരണ ഗതി വരുന്നത് കേട്ടോ. യെസ്, കമന്റ് ചെയ്തോ. നമുക്ക് 3-4 കമന്റ് കൂടെ വേണം, നമുക്ക് ആൻസറിലേക്ക് പോവാം. യെസ്, മെജോറിറ്റി ആൾക്കാർ പറയുന്നത് ശരിയാട്ടോ. ബി ആണ് ഓപ്ഷൻ. നിങ്ങൾ ഓർത്തോണം, എപ്പോഴും പർച്ചേസ്, ആദ്യമേ നിങ്ങളൊരു ബേസ് പഠിക്കണം. പർച്ചേസ് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്ത് അക്കൗണ്ടാണ്? ഒരു നോമിനൽ അക്കൗണ്ട് ആണ് കേട്ടോ. നോമിനൽ അക്കൗണ്ട് ആണ്. റിയൽ അക്കൗണ്ട് ഉണ്ട്, നോമിനൽ അക്കൗണ്ട് ഉണ്ട്, പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്. അപ്പൊ പർച്ചേസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് അക്കൗണ്ടാണ്? അത് നോമിനൽ അക്കൗണ്ട് ആണ്. പർച്ചേസ് അക്കൗണ്ടിന് ഏത് ബാലൻസ് ആയിരിക്കും എപ്പോഴും? അത് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. പർച്ചേസ് അക്കൗണ്ട് ബാലൻസ് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ റൂൾ ഇവിടെയാണ്, എക്സ്പെൻസ് ആൻഡ് ലോസസ് ആർ ഡെബിറ്റഡ്. അതാണ് നോമിനൽ അക്കൗണ്ടിന്റെ റൂൾ എന്ന് പറയുന്നത്, എക്സ്പെൻസ് ആൻഡ് ലോസസ് ആർ ഡെബിറ്റഡ്. യെസ്, ഇനി നോക്കണം, പിന്നെ എന്തുകൊണ്ട് പർച്ചേസിന് അവിടെ ക്രെഡിറ്റ് കൊടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പർച്ചേസിന് എപ്പോഴും ഡെബിറ്റ് വരുന്നത് എന്തുകൊണ്ടാണ്? അതൊരു എക്സ്പെൻസ് ആയതുകൊണ്ടാണ്. മനസ്സിലാണോ? യെസ്, സ്റ്റോക്കിന്ന് നിങ്ങൾ ഓർത്തോണം, ഗുഡ്സ് ആണെങ്കിൽ ആ ഗുഡ്സിന്റെ അവിടെ നമ്മൾ എന്ത് ചേർക്കൂടാ? പർച്ചേസ് എന്നോ സെയിൽ എന്നോ പറഞ്ഞോ തീർക്കുള്ളൂ.
ഇപ്പൊ നമ്മുടെ അസറ്റ് ആണെങ്കിൽ അസറ്റിന്റെ നെയിം ഇൻഡിക്കേറ്റ് ചെയ്യും. അതേസമയം ഗുഡ്സ് ആണെങ്കിൽ അവിടെ പർച്ചേസ് എന്നോ സെയിൽസ് എന്നോ നമ്മൾ ആഡ് ചെയ്യുള്ളൂ, ഓർത്തോണം. ഓക്കെ, ഇനി ഗുഡ്സ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ പർച്ചേസിന് ഡെബിറ്റ് വരും. ഗുഡ്സ് റെഡ്യൂസ് ചെയ്യുവാണെങ്കിൽ പർച്ചേസിന് ഏത് വരൂടാ? ക്രെഡിറ്റ് വരും, ഓർത്തോണം കേട്ടോ. ഇനി എന്തുകൊണ്ടാണ് ഗുഡ്സിന് റെഡ്യൂസ് വന്നത്? അത് അഡ്വർടൈസ്മെന്റ് ഉണ്ടാവും. കാരണം ഗുഡ്സ് ആസ് എ സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൂൾ ഫോർ അഡ്വർടൈസ്മെന്റ് അല്ലേ. അത് അഡ്വർടൈസ്മെന്റ് ഒരു ടൂൾ ആയതുകൊണ്ടാണ് ഏത് ചെയ്യുന്ന അഡ്വർടൈസ്മെന്റ് ഡെബിറ്റ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പർച്ചേസ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആണ്. എന്തുകൊണ്ടാണ് നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ, ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അതെന്താണ്? നമ്മുടെ എക്സ്പെൻസ് ആയതുകൊണ്ടാണ്, നോർമൽ അക്കൗണ്ട് ആയതുകൊണ്ടാണ് ഇതിൽ ഡെബിറ്റ് ബാലൻസ് വരുന്നത്. പക്ഷെ ഗുഡ്സ് കുറയുവാണെങ്കിൽ, ക്ലിയർ ആയോ? ഗുഡ്സ് നമ്മുടെ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് റെഡ്യൂസ് ചെയ്യുവാണെങ്കിൽ അവിടെ പർച്ചേസ് അക്കൗണ്ടിന് ഏത് ബാലൻസ് ആയിക്കോട്ടെ? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. എന്തിനാണോ കുറയ്ക്കുന്നത് അതിന് എന്ത് കൊടുക്കുക? ഡെബിറ്റ് കൊടുക്കുക കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കി പോകണം. ഡ്രോയിങ്സ് ഒന്നും വരില്ല, കാരണം എന്താണ്? ഇയാളുടെ പേഴ്സണൽ യൂസിനൊന്നും എല്ലാം എടുത്തത്, അതൊന്നും വരില്ല. ഏതാണ് വരുന്നത്? ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. യെസ്, നമുക്ക് ഇത്തിരി കൂടെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞ് കൊടുക്കാറുണ്ട്. നിങ്ങളത് നമുക്ക് ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ധാരണ കിട്ടും. യെസ്, നോക്കണം. ട്രയൽ ബാലൻസിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ആണ് ട്രയൽ ബാലൻസ്. ആദ്യം നിങ്ങൾ ഈ നോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഈ നോട്ടിനൊക്കെ ആദ്യം തന്നെ റൗണ്ട് അങ്ങ് കൊടുത്തോണം ക്വസ്റ്റ്യൻ പേപ്പറിൽ കേട്ടോ. കാരണം അല്ലെങ്കിൽ നിങ്ങളത് പതറിപ്പോകും. കാരണം ഒരുപാട് നോട്ടും ഈസും വാസും ഒക്കെ കണ്ടു നിങ്ങൾ നോട്ട് ശ്രദ്ധിക്കത്തില്ല. അപ്പൊ അത്യാവശ്യമായിട്ട് ഓർത്തോണം. നോട്ടാണെങ്കിൽ നോട്ട് തന്നെയുള്ള ഇന്റർപ്രിട്ടേഷൻ വേണം എടുക്കാൻ കേട്ടോ. നോട്ട് ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിന്റെ ഒബ്ജക്റ്റീവ് അല്ലാത്തവ ഏതാണെന്നുള്ള. ഓക്കെ, പെട്ടെന്ന് പറഞ്ഞാൽ ഈസി ക്വസ്റ്റ്യൻ ആണ്, ഈസി ക്വസ്റ്റ്യൻ ആണ്. നമ്മളിത് ഉൾപ്പെടുത്തിയത് അതുകൊണ്ടല്ല, ഇതിന്റെ പ്രധാനപ്പെട്ട ഫാക്ട്സും കൂടെ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാക്കണം. യെസ്, ഡി ആണ് അല്ലെ. ഏതൊക്കെയാണ്? ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ നമ്മൾ എന്ത് നോക്കണം? ബാലൻസ് ഷീറ്റ് നോക്കും. യെസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറിയാൻ വേണ്ടി നമ്മൾ പി ആൻഡ് എൽ അക്കൗണ്ട് നോക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ് ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ബുക്ക് കീപ്പിംഗ് ആണ് എന്ന് പറയുന്നത് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? യെസ് യെസ്. ഇനി ട്രയൽ ബാലൻസുമായിട്ട് നിലവിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു ഫാക്ട്സ് പറയാൻ പോകുന്നു കേട്ടോ. ട്രയൽ ബാലൻസ് ഒരു അക്കൗണ്ട് അല്ല. സ്റ്റേറ്റ്മെന്റിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. ട്രയൽ ബാലൻസ് എന്തല്ലടാ? ഒരു അക്കൗണ്ട് അല്ല. അക്കൗണ്ട് അല്ല എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്ത് വെച്ചോണം. ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എപ്പോഴും ഓർത്ത് വെക്കണം. ഇത് പ്രീവിയസ് ആണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അല്ലെങ്കിൽ ട്രയൽ ബാലൻസ് ഇതൊക്കെ നിങ്ങളോട് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിട്ട് നിങ്ങളോട് ചെയ്യണമെങ്കിൽ ചോദിക്കാം. താഴെ പറയുന്നുണ്ടെങ്കിൽ ട്രൂ ഓർ ഫോൾസ് ഏതാണെന്ന് ചോദിക്കാം കേട്ടോ. അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് അല്ല, അല്ലെങ്കിൽ ലിസ്റ്റ് ആണെന്ന് വേണേൽ പറയാം അല്ലെ, അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾ ആണെന്ന് പറയാം. ഇത് ഏത് രീതിയിൽ എഴുതിയാലും ശരിയാ കേട്ടോ. ട്രയൽ ബാലൻസ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു ലിസ്റ്റ് ആണ്, പിന്നെ എന്താണ്? ഒരു ഷെഡ്യൂൾ ആണ്. ഓക്കെ, പക്ഷെ ഇതൊരു അക്കൗണ്ട് അല്ല, അത് ഓർത്താണ്. ഓക്കെ, ഇനി പലപ്പോഴും ശ്രദ്ധിച്ചോണം, നിങ്ങളോട് എപ്പോഴും കൺഫ്യൂസിംഗ് ആയിട്ട് ചോദിക്കുന്നതാണ് ട്രയൽ ബാലൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല? നമ്മുടെ അക്കൗണ്ട്സിന്റെ ആക്യുറസി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. ശ്രദ്ധിച്ചോണം വേഡിങ്. ട്രയൽ ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എഴുതുന്ന ബുക്ക് ഓഫ് അക്കൗണ്ട്സിന്റെ ആക്യുറസി ചെക്ക് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആയോ? ബുക്ക് ഓഫ് അക്കൗണ്ട്സിന്റെ ആക്യുറസി ട്രയൽ ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. ട്രയൽ ബാലൻസ് കൊണ്ട് നമുക്ക് എന്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ? അരിത്തമറ്റിക്കൽ ആക്യുറസി മാത്രമേ അറിയാൻ പറ്റുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഞാനൊരു കാര്യം റെക്കോർഡ് ചെയ്തു. ഓക്കെ, ആ റെക്കോർഡിന് എന്തെങ്കിലും പെശക ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ട്രയൽ ബാലൻസ് കൊണ്ട് അറിയാൻ പറ്റില്ല. കൂട്ടി നോക്കുമ്പോൾ പ്ലസ് അല്ലെങ്കിൽ മൈനസ് എവിടെങ്കിലും കൂടിയാണോ കുറഞ്ഞാണോ നിൽക്കുന്നത്, അത് വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഉദ്ദേശിക്കുന്ന വേർഡിങ് കൃത്യമായിട്ടും പഠിച്ചോണം. അരിത്തമറ്റിക്കൽ ആക്യുറസി ആണ്. കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പൊ ട്രയൽ ബാലൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു, ഒരു ക്രെഡിറ്റ് സൈഡിൽ കൂടുതലാണ്, ഡെബിറ്റ് സൈഡിൽ കുറവാണ്, പ്ലസും മൈനസും സംഭവിച്ചപ്പോൾ തെറ്റാണ്, ഇതൊക്കെ നമുക്കറിയാൻ പറ്റുള്ളൂ. അല്ലാതെ എഴുതുന്ന ബുക്ക് ഓഫ് അക്കൗണ്ട്സിന്റെ കറക്റ്റ്നെസ് എവിടെ ചെക്ക് ചെയ്യുന്നില്ല? ട്രയൽ ബാലൻസ് ചെക്ക് ചെയ്യുന്നില്ല കേട്ടോ. ആക്യുറസി മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ. യെസ്, ഇത്രയും കാര്യങ്ങൾ ട്രയൽ ബാലൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. പക്ഷെ ട്രയൽ ബാലൻസിന്റെ ഇത്രയും വിവരങ്ങളെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. യെസ്, നോക്കടാ. ദ സർപ്ലസ് ഓഫ്, ഞാൻ എക്സ്പ്ലനേഷൻ വേണ്ട ഐറ്റംസിനൊക്കെ എക്സ്പ്ലനേഷൻ തരാം കേട്ടോ. 8:53 അപ്പൊ നമുക്ക് കുറച്ച് സമയം കൂടെ ഉള്ളൂ. അപ്പൊ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ദ സർപ്ലസ് ഓഫ് ഡെഫിഷ്യൻസി ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഈസ് റിവീൽഡ് ബൈ. ആൻസർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നോക്കാം. ഞാൻ ഓപ്ഷൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് വായിച്ചാൽ കിട്ടും അല്ലെ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ഉണ്ട്, റിയലൈസേഷൻ ഉണ്ട്.
ഇത് വരൂടാ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആണ് കേട്ടോ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആണ്. ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അത് എന്ത് വരൂടാ, എന്ത് വരും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. പക്ഷെ അത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് സർപ്ലസ് ഓഫ് ഡെഫിഷ്യൻസി കണ്ടുപിടിക്കാൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ്. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, റിയലൈസേഷൻ അക്കൗണ്ട് ഒക്കെ നമ്മൾ എടുക്കുന്ന സമയത്തിൽ പറയാം കേട്ടോ. ഈ ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് എപ്പോഴും കൺഫ്യൂസിങ് ഫാക്ട് ആണ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത് എന്താണ്? ഡെബിറ്റ് നോട്ട് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഡെബിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട് ഇതിന് ആൻസർ കിട്ടിയല്ലോ അല്ലെ? യെസ്, ഡെബിറ്റ് നോട്ട്. ഡെബിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്? പർച്ചേസ് റിട്ടേൺ വിളിക്കുന്ന പേരാണ് ഡെബിറ്റ് നോട്ട്. ഓക്കെ, പർച്ചേസ് റിട്ടേൺ വിളിക്കുന്ന പേരാണ് ഡെബിറ്റ് നോട്ട്. പർച്ചേസ് റിട്ടേൺ വിളിക്കുന്ന പേരാണ് ഡെബിറ്റ് നോട്ട് കേട്ടോ. അപ്പൊ സെയിൽസ് റിട്ടേൺ വിളിക്കുന്ന ഏതാണ്? സെയിൽസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ. ഓർത്തോണേ, ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് വേണേ എക്സ്പെക്ട് ചെയ്യാം. യെസ്, നോക്കടാ, ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ, ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ, ദ എമൗണ്ട് ഡിപ്രീസിയേഷൻ മോനെ ഒരു 5 സ്റ്റാർ കൊടുത്തോണം കേട്ടോ. അന്നേരം തന്നെ ബുക്കിൽ സ്റ്റാർ ആയിട്ടൊക്കെ കൂട്ടിയാൽ മതി കേട്ടോ. 1 2 3 4 5 ഉറപ്പായിട്ടും ഞാൻ ചോദിക്കാം. കാരണം അക്കൗണ്ടന്റ് ആണ് പരീക്ഷ. ഡിപ്രീസിയേഷൻ ഒരു ഫേവറേറ്റ് പോയിന്റ് ആണ് കേട്ടോ, ചോദിക്കാം. യെസ്, ഡിപ്രീസിയേഷൻ നോക്കി. ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ചാർജ് ഓൺ ഫിക്സ്ഡ് അസറ്റ് വിൽ ബി ഡെബിറ്റഡ് ടു ഫിക്സ്ഡ് അസറ്റ് അക്കൗണ്ട്, ക്രെഡിറ്റഡ് ടു ഫിക്സ്ഡ് അസറ്റ് അക്കൗണ്ട്, ഡെബിറ്റ് ടു ഡിപ്രീസിയേഷൻ അക്കൗണ്ട്, ക്രെഡിറ്റ് ടു ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രീസ് എന്റർപ്രൈസ് ലിമിറ്റഡിന്റെ അക്കൗണ്ടിന്റെ നോക്കണം കേട്ടോ. ഡിസംബർ 2024 ചോദിച്ച പരീക്ഷയാണ് കേട്ടോ. നമ്മുടെ സിലബസ് 2024 ചോദിച്ചാണ്, നിയറസ്റ്റ് പരീക്ഷയാണ് കേട്ടോ. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 6 ഏതാണ് ആൻസർ വരുന്നത്? ഏത് വരും? ഡിപ്രീസിയേഷൻ ഏത് ബാലൻസ് ആണെന്നുള്ളതാണ് ചോദ്യം. ഡിപ്രീസിയേഷന് ഏത് ബാലൻസ് ആണെന്നുള്ള ആൻസർ സി ആണ് കേട്ടോ മക്കളെ. ആൻസർ സി ആണ്. സാറ് പെട്ടെന്ന് ഇത് പറഞ്ഞു പോകാം കേട്ടോ. നമുക്ക് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുവാണെങ്കിൽ, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുവാണെങ്കിൽ നോട്ട്ബുക്കിൽ എഴുതി വെച്ചോണം. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുവാണെങ്കിൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പർട്ടിക്കുലർ അസറ്റ് അക്കൗണ്ട്. ഏത് അസറ്റിനാണോ ചാർജ് ചെയ്യുന്നത് അത്. അപ്പൊ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ് അക്കൗണ്ട് ആണ് ഡിപ്രീസിയേഷൻ. ഇനി ഒരു പൊടിക്ക് ശകലം കൂടെ ഈ പരീക്ഷ ഒന്ന് കടുപ്പിക്കണമെന്ന് പരീക്ഷ നടത്തുന്നവർക്ക് തോന്നിക്കഴിഞ്ഞാൽ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷന്റെ ജേണൽ എൻട്രി എന്താണെന്ന് ചോദിക്കാം. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷന്റെ ജേണൽ എൻട്രി എന്താണെന്ന് ചോദിക്കാം. അത് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷന്റെ ജേണൽ എൻട്രി ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ. അപ്പൊ ഓർക്കണം, പ്രൊവിഷൻ വന്നു കഴിഞ്ഞാൽ പ്രൊവിഷന് ക്രെഡിറ്റ് ബാലൻസ് ആണ്, ഡിപ്രീസിയേഷൻ വന്നു കഴിഞ്ഞാൽ ഡിപ്രീസിയേഷന് ഡെബിറ്റ് ബാലൻസ് ആണ് കേട്ടോ. ഇനി ഈ ഡിപ്രീസിയേഷൻ നമ്മൾ എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? അത് പി ആൻഡ് അക്കൗണ്ടിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ നിങ്ങൾ ഈ 3 ജേണൽ എൻട്രി ഡിപ്രീസിയേഷൻ ആയിട്ട് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഈ 3 ജേണൽ എൻട്രി പരീക്ഷയ്ക്ക് ചോദിക്കും. ഒന്ന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന ജേണൽ എൻട്രി, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ് അക്കൗണ്ട്. കിട്ടിയോ? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ് അക്കൗണ്ട്. ഇനി അടുത്ത പ്രൊവിഷൻ. നമ്മൾ പ്രൊവിഷൻ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പ്രൊവിഷൻ ചാർജ് ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി അത് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ. ഓക്കെ, അടുത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിപ്രീസിയേഷൻ. അതുകൊണ്ടാണ് പി ആൻഡ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഡിപ്രീസിയേഷൻ എഴുതുന്നത് കേട്ടോ. ഈ 3 ജേണൽ എൻട്രി കൃത്യമായിട്ട് മനസ്സിലാക്കണം, ചോദിക്കും. യെസ്, ഇനി ഡിപ്രീസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും വരുന്ന കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കണം, നോക്കണം കേട്ടോ. യെസ്, ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. ഓർത്തോണം, നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ് ഡിപ്രീസിയേഷൻ കേട്ടോ. നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. അതായത് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് നോട്ട് എ ഫ്ലോ ഓഫ് ഫണ്ട് എന്നാണ് പറയുന്നത്. ഡിപ്രീസിയേഷൻ ഒരു ഫ്ലോ ഓഫ് ഫണ്ട് അല്ല, നോട്ട് ഫ്ലോ ഓഫ് ഫണ്ട്. മനസ്സിലാണ്ടോ? ഇപ്പൊ 2 രീതിയിലാണ് മോനെ. നിങ്ങൾക്കൊരു, ഞാൻ ഇച്ചിരി എംകോം ബാക്ക്ഗ്രൗണ്ടിലൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ, നിങ്ങൾ റെഗുലർ ക്ലാസ് ആണെങ്കിൽ ഞാനത് കുറച്ചും കൂടെ പറയാം. ഇതിങ്ങനെയുള്ള ഒരു വെബിനാർ ആയതുകൊണ്ട് ഞാൻ വളരെ അതിന്റെ ഒരു ഔട്ടാണ് പറഞ്ഞു പോകുന്നത്. അതിന്റെ ബേസിലേക്ക് അധികം പോകുന്നില്ല, ഓർത്താണ് കേട്ടോ. 2 അപ്രോച്ചിലാണ് നമ്മൾ ആക്ച്വലി ഡിപ്രീസിയേഷനെ മനസ്സിലാക്കേണ്ടത്. ഒന്ന് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണേ.
ഫണ്ട് ഫ്ലോ ഉണ്ട്, ക്യാഷ് ഫ്ലോ ഉണ്ട്. നിങ്ങളോട് ഇങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് ഒരു ആസ്പെക്റ്റിനെ വേറെ ആസ്പെക്റ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ടായിരിക്കും പരീക്ഷയ്ക്ക് വരുന്നത്. ഓക്കെ, ഫണ്ട് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഫണ്ട് ഫ്ലോ പ്രകാരം ഡിപ്രീസിയേഷനെ ഒരു സോഴ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയ മക്കളെ? ഡിപ്രീസിയേഷൻ ഒരു സോഴ്സ് ആണ്, ഓർത്തോണം. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രകാരം അല്ലെങ്കിൽ ഫണ്ട് ഫ്ലോ പ്രകാരം ഡിപ്രീസിയേഷൻ ഒരു സോഴ്സ് ആണ്. സോഴ്സ് ആകാൻ പറയുന്ന കാര്യം വേറൊന്നുമല്ല, ഇപ്പൊ ഡിപ്രീസിയേഷന് വേണ്ട ഫണ്ട് നമ്മൾ എവിടെ നിന്നാണ് മാറ്റുന്നത്? പ്രോഫിറ്റിന്റെ ഒരു പാർട്ടാണ് ഡിപ്രീസിയേഷനിലേക്ക് വേണ്ടി നമ്മൾ മാറ്റുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു സോഴ്സ് ആണ്. ക്ലിയർ ആയോ? ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്യും? പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ബാക്ക് ചെയ്യും. പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ബാക്ക് ചെയ്യും. എന്നാൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെന്ന് പറഞ്ഞാൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് കാരം ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു സോഴ്സ് ആണ്. ഓക്കെ, ഇനി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റോ? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. ഇത് കൂടെ നോട്ട് ചെയ്യാം കേട്ടോ. ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. അപ്പൊ ഡിപ്രീസിയേഷൻ ഡെബിറ്റഡ് ടു ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ആണ് കേട്ടോ. ഡിപ്രീസിയേഷൻ ഡെബിറ്റഡ് ടു ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ആണ്. വേണമെങ്കിൽ ചോദിക്കാം, എപ്പോഴും ചോദിക്കുന്ന പരീക്ഷ ചോദിക്കുന്ന കേട്ടോ. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 10 ആണ് ഡിപ്രീസിയേഷനെ ചാർജ് ചെയ്യുന്നത് കേട്ടോ. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 10 ആണ് ഡിപ്രീസിയേഷനെ ചാർജ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ വന്നു കഴിഞ്ഞാൽ അത് എവിടെയാണ് കാണിക്കുന്നത്? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ വന്നു കഴിഞ്ഞാൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലായിരിക്കും കാണിക്കുന്നത്. ഇത് പ്രീവിയസ് ഇയർ ആട്ടോ. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ വന്നു കഴിഞ്ഞാൽ പി ആൻഡ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, ഇനി കോസസ് ഓഫ് ഡിപ്രീസിയേഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പറഞ്ഞു പോകാൻ ഒത്തിരി പറഞ്ഞു പോകുന്ന ഒരു മാറ്ററാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഒബ്സർവൻസ്, ടിയർ ആൻഡ് വിയർ അതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ പ്രീവിയസ് ഇയറിൽ. നമുക്ക് എല്ലാം പറഞ്ഞു പോകാനുള്ള ഒരു സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിർത്തുവാണ്. The credit balance of bank account in the cash book denote. ഇത് എന്നാ പറയുക? ഇത് റിപ്പീറ്റ്ലി ചെയ്യിച്ചു വരുന്നുണ്ട്. ആക്ച്വലി നമുക്ക് ഈ സിംഗിൾ കോളം ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഒന്നും അത്ര ആയിട്ട് വരുന്നില്ല, ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക് ഒന്നും വരുന്നില്ല. പക്ഷെ നിങ്ങളോട് പ്രീവിയസ് ഇയറിൽ കണ്ടിന്യൂസ്ലി ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതെടുത്ത് ഉൾപ്പെടുത്തിയത് കേട്ടോ. ക്യാഷ് ബാലൻസ്, the credit balance of bank account in the cash book denote amount payable by the bank, amount payable to the bank, amount deposited in the bank, none of the above. 2024 ചോദിച്ച ക്വസ്റ്റൻ ആട്ടോ. ഇതായി വരുന്നത്. ബി ആണ് ആൻസർ കേട്ടോ. എമൗണ്ട് പേബിൾ ടു ദ ബാങ്ക് ആണ്. എമൗണ്ട് പേബിൾ ടു ദ ബാങ്ക്. എമൗണ്ട് പേബിൾ ടു ദ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്നറിയാമോ? നമ്മുടെ ഈ ലോൺ റീപേയ്മെന്റുകൾ, ഓവർ ഡ്രാഫ്റ്റുകൾ, ഓക്കെ, ബാങ്ക് പിടിക്കുന്ന ബാങ്ക് ചാർജസുകൾ, ഓക്കെ, ദെൻ ഇൻട്രസ്റ്റുകൾ, ഇതൊക്കെയാണ് ഇത് തന്നെ എമൗണ്ട് പേബിൾ ടു ദ ബാങ്ക് എന്ന് പറയുന്നത്. അത് ക്രെഡിറ്റ് ബാലൻസിലാണ് വരുന്നത് കേട്ടോ. അത് ക്രെഡിറ്റ് ബാലൻസിലാണ്. അത് നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതാ? ഒരു ലൈബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് കേട്ടോ. ലൈബിലിറ്റി ആയിട്ട് നമ്മുടെ ബാധ്യതകളാണ് എവിടെ വരുന്നത്? ക്രെഡിറ്റ് ബാലൻസ് വരുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ക്രെഡിറ്റ് ബാലൻസ് വരുന്നത് നമ്മുടെ ബാധ്യതകളാണ് കേട്ടോ. എമൗണ്ട് പേബിൾ ടു ദ ബാങ്ക്, നിങ്ങൾക്കത് ഞാൻ ഡബിൾ കോളം സിംഗിൾ കോളത്തിന്റെ ഒക്കെ ഫോർമാറ്റ് വരയ്ക്കണം, എന്നാലും നിങ്ങളത് മനസ്സിലാവും. നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഇത് ഇമ്പോർട്ടന്റ് ആണ്, കണ്ടിന്യൂസ്ലി ചോദിക്കുന്നുണ്ട്. അതൊന്നും പിടിക്കണം കേട്ടോ. അതായത് ഡെബിറ്റ് സൈഡും ഉണ്ട്, ക്രെഡിറ്റ് സൈഡും ഉണ്ട്. അത് ക്ലിയർ ആയാലും? ഡെബിറ്റ് സൈഡും ഉണ്ട്, ക്രെഡിറ്റ് സൈഡും ഉണ്ട്. ഓക്കെ, ക്യാഷ് ബുക്കിന്റെ ബാലൻസ് ആട്ടോ നമ്മൾ പറയുന്നത്. ഡെബിറ്റ് സൈഡും ഉണ്ട്, ക്രെഡിറ്റ് സൈഡും ഉണ്ട്. ഡെബിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അതായത് പോസിറ്റീവ് ബാലൻസ് ഓഫ് ബാങ്ക്. ഡെബിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ബാലൻസ് ആണ് കാണിക്കുന്നത്. അങ്ങനെ നിങ്ങൾ എടുത്താൽ മതി. പോസിറ്റീവ് ബാലൻസ് ആണ് എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റുകൾ, അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെയാണ് നമ്മൾ ഈ പോസിറ്റീവ് ബാലൻസ് പറയുന്നത്. ക്വസ്റ്റ്യൻ ശരിക്കും മനസ്സിലായിക്കോണേ. ക്യാഷ് ബുക്കിന്റെ ബാങ്ക് കോളത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമുക്കൊരു ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ക്യാഷ് ബുക്കിന്റെ അകത്ത് തന്നെ ബാങ്ക് ഐറ്റംസ് വരും, ക്യാഷ് ഐറ്റംസും വരും. മനസ്സിലാണോ? ഈ ക്യാഷ് ബുക്കിന്റെ ബാങ്ക് അക്കൗണ്ട് 2 തരത്തിലുണ്ട്. അതാണ് പറയുന്നത്. ഡെബിറ്റ് ഐറ്റംസ് ഉണ്ട്, ക്രെഡിറ്റ് ഐറ്റംസ് ഉണ്ട്. ഡെബിറ്റ് ഐറ്റംസ് പറഞ്ഞാൽ പോസിറ്റീവ് ബാലൻസ്, അതായത് നമ്മൾ അടയ്ക്കുന്ന ഡെപ്പോസിറ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡെബിറ്റ് സൈഡിൽ വരുന്നത്.
ക്രെഡിറ്റ് സൈഡ് വരുന്നതാണ് ഏതാടാ, അതാണ് ഈ നെഗറ്റീവ് ഐറ്റംസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ലൈബിലിറ്റീസുകൾ വരുന്നു. ഓക്കെ, നമ്മൾ ബാങ്കിലോട്ട് അടയ്ക്കുന്ന പേയ്മെന്റുകളാണ് അവിടെ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സാധാരണ നമ്മൾ ഈ ഓട്ടപ്പാച്ചിന്റെ ഇടയ്ക്ക് ഇത്രയും കാര്യങ്ങളൊന്നും പറഞ്ഞു പോകുന്നു മാത്രം കേട്ടോ. ഡീറ്റെയിലിംഗ് ആയിട്ട് നമ്മൾ ഇത് വന്നിട്ടില്ല. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമ്മുടെ ഈ സിലബസിന്റെ അകത്തുനിന്ന് ഇതെന്ന് പറയോ, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഒന്നും നിങ്ങളുടെ സിലബസിൽ ഇല്ല. ഈ പറഞ്ഞ പരീക്ഷകളിലെല്ലാം സിലബസിലും അതില്ല, പക്ഷെ റിപ്പീറ്റ്ലി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. കാരണം ഔട്ട് ഓഫ് സിലബസ് എന്ന് പറയുന്ന സാധനം ചില സമയത്ത് PSC ചോദിക്കും. അതുകൊണ്ടാണ് ഡൊണേഷൻ റിസീവ്ഡ് ഫോർ സ്പെഷ്യൽ പർപ്പസ് ഇൻ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ വിൽ ബി ടേക്കൺ ടു ലൈബിലിറ്റി സൈഡ്, അസറ്റ് സൈഡ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. സാറ് തന്നെ പറയാം. ഇതിന്റെ ആൻസർ 8A ആണ് കേട്ടോ. 8ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ A ആണ്, ലൈബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. നിങ്ങൾ ഒരൊറ്റ കാര്യം പഠിച്ചാൽ മതി. ഈ ഡൊണേഷൻ വന്നു കഴിഞ്ഞാൽ ഇത്രയും കേസുള്ളൂ. സംഭവം എന്താണ്? ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. അവിടെ എന്ത് കിട്ടുന്നു? അവിടെ ഡൊണേഷൻ കിട്ടുന്നു. ഓക്കെ, ഡൊണേഷൻ കിട്ടുന്നു. 2 തരത്തിലുണ്ട് ഡൊണേഷൻ. ഒന്ന് ജനറൽ ഡൊണേഷൻ ഉണ്ട്, സ്പെഷ്യൽ പർപ്പസ് ഡൊണേഷൻ ഉണ്ട്. ശ്രദ്ധിച്ചോണേ, ജനറൽ ഡൊണേഷൻ ഉണ്ട്, സ്പെഷ്യൽ പർപ്പസ് ഡൊണേഷൻ ഉണ്ട്. ജനറൽ ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് നമ്മൾ കാണിക്കുന്നത് ഇൻകം അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലായിരിക്കും. ഇനി സ്പെഷ്യൽ പർപ്പസിനുള്ള ഡൊണേഷൻ ആണെങ്കിൽ അത് നമ്മൾ കാണിക്കുന്നത് ബാലൻസ് ഷീറ്റിൽ ലൈബിലിറ്റി സൈഡിലായിരിക്കും. ക്ലിയർ ആയോ? ഡൊണേഷൻ 2 തരത്തിലുണ്ട്. ജനറൽ പർപ്പസിനും ഉണ്ട്, എന്താണ്, അല്ലെങ്കിൽ സ്പെഷ്യൽ പർപ്പസിനും ഉണ്ട്. ജനറൽ ആണെങ്കിൽ നമ്മൾ അത് കാണിക്കുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലും, സ്പെഷ്യൽ ആണെങ്കിൽ അത് കാണിക്കുന്നത് ബാലൻസ് ഷീറ്റിലാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? സ്പെഷ്യൽ പർപ്പസ് അല്ലേ. അപ്പൊ അതാണ് അത് ലൈബിലിറ്റി സൈഡിലാണ്. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 9. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബിലോ മെൻഷൻ സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ? നിങ്ങൾക്ക് എത്ര മിനിറ്റ് വരെ പോകാൻ പറ്റും? ഒരു 2-3 ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ഉണ്ട്. നിങ്ങൾ എടുത്തേക്ക് വൈൻഡപ്പ് ചെയ്യും. നിങ്ങൾ ഇരിക്കുമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. യെസ്. പിന്നെ അതെന്താ പറയുക, നമ്മൾ എടുത്തിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻസിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങളത് ഒന്ന് മനസ്സിലാക്കുകയാണ് നല്ലതാണ്. അതാണ്. യെസ്, നോക്കണം. വിച്ച് ഓഫ് ദ ബിലോ മെൻഷൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ. ഞാനൊരു കാര്യം ഞാൻ തന്നെ ഡിസ്കസ് ചെയ്ത് പോവാം കേട്ടോ. നിങ്ങൾ എന്റെ കൂടെ പിടിച്ചാൽ മതി. നിങ്ങൾ ആൻസർ കമന്റ് ചെയ്യേണ്ട, ഞാൻ തന്നെ പറഞ്ഞു പോവാം. വിച്ച് ഓഫ് ദി ബിലോ മെൻഷൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ. ഓക്കെ, നോട്ട് ട്രൂ ആണ് ചോദിച്ചിരിക്കുന്നത്. The issue price and redemption value of a debenture cannot different. Interest on debenture is charged against profit. It is a common prefix debenture with the agreed interest rate. A debenture is a kind of public borrowing. ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ സാർ ഒരു കാര്യം എടുക്കുകയാണ്, ചാർജ് എഗനിസ്റ്റ് പ്രോഫിറ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ കോൺസെപ്റ്റ് കേട്ടോ. ചാർജ് എഗനിസ്റ്റ് പ്രോഫിറ്റ്. ഓക്കെ, അതായത് ചാർജ് എഗനിസ്റ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ചാർജ് എഗനിസ്റ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോൾ പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്യുന്നു. ഓക്കെ, അത് ഡിവിഡൻഡ് ആയിട്ടൊക്കെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് മുമ്പ് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ചാർജ് എഗനിസ്റ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്കൊരു എക്സ്പെൻസ് ആയിട്ടോ ഒരു ഒബ്ലിഗേഷൻ ആയിട്ടോ ട്രീറ്റ് ചെയ്യാം. നമുക്ക് ട്രീറ്റ് ചെയ്യാം. ക്ലിയർ ആയോ? ഓക്കെ, സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഡിബഞ്ചറിനൊക്കെ ഇൻട്രസ്റ്റ് കൊടുക്കുക, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക, ഇതിനെയൊക്കെയാണ് ചാർജ് എഗനിസ്റ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പം ഇപ്പൊ ഈ ഒരു ചോദ്യത്തിൽ തന്നെ ഇക്വിറ്റി ഷെയർ ഈസ് എ ചാർജ് എഗനിസ്റ്റ് പ്രോഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണ്. മനസ്സിലാണ്ടോ? ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ചാർജ് എഗനിസ്റ്റ് പ്രോഫിറ്റ് അല്ല, അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആട്ടോ കേട്ടോ, നോട്ട് ചെയ്യണേ. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ അത് ചാർജ് എഗനിസ്റ്റ് പ്രോഫിറ്റ് അല്ല, അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. ചാർജ് എഗനിസ്റ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒബ്ലിഗേഷനെ അല്ലെങ്കിൽ എക്സ്പെൻസിനെ വിളിക്കുന്ന പേരാണ് ചാർജ് എഗനിസ്റ്റ് പ്രോഫിറ്റ്. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് മാൻഡേറ്ററി ആണ്, അത് ചാർജ് എഗനിസ്റ്റ് പ്രോഫിറ്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇറ്റ് ഈസ് എ കോമൺ ടു പെർഫെക്ട്സ് ഡിബഞ്ചർ വിത്ത് എഗ്രീഡ് ഇൻട്രസ്റ്റ് റേറ്റ്. ഡിബഞ്ചർ എന്തുകൊണ്ടാ? ഒരു എഗ്രീഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്, അതും ശരിയാണ്.
ഡിബഞ്ചർ ഇസ് എ കൈൻഡ് ഓഫ് പബ്ലിക് ബോറോയിങ് അല്ലെ, നമ്മുടെ നാട്ടുകാരിൽ നിന്ന് എല്ലാവരിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഫണ്ട് കളക്ട് ചെയ്യാൻ പറ്റും. ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. യെസ്. പക്ഷെ നോക്കിയേ, ദി ഇഷ്യൂ പ്രൈസ് റിഡംഷൻ ഓഫ് വാല്യൂ ഓഫ് ഡിബഞ്ചർ കനോട്ട് ഡിഫറെന്റ്. അപ്പൊ നമ്മൾ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 50 രൂപ, ഓക്കെ. റിഡംഷൻ വാല്യൂ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് ആണെങ്കിൽ 45, പ്രീമിയത്തിലാണെങ്കിൽ 55 അല്ലെ, ഡിഫറെന്റ് വാല്യൂസ് വരും. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ എന്താണ്, ആദ്യത്തെ ഓപ്ഷൻ തെറ്റാണ്. ഓക്കെ, അപ്പൊ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ക്ലാസ്സിലാകുമ്പോൾ നമുക്ക് ഡീറ്റെയിലിംഗ് ആയിട്ട് പറഞ്ഞു പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇവിടെ ആകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്ക് എക്കണോമിക്സ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്കണോമിക്സിന്റെ ഭാഗം. നമുക്കൊരു 2-3 ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് അതിൻ്റെ അകത്തൊരു ഇമ്പോർട്ടൻ്റ് 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്കൊന്ന് നോക്കിയിട്ട് യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 16 കേട്ടോ, ക്വസ്റ്റ്യൻ നമ്പർ 16. നമുക്ക് സമയത്തിൽ ഒരു പ്രശ്നം കാരണമുണ്ട് അധികം നേരം. ക്വസ്റ്റ്യൻ നമ്പർ 16 ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, മാച്ചിങ് കൺസെപ്റ്റീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ചോദിച്ചിരുന്നത്. ദ ഫോളോയിങ് ദ അക്കൗണ്ട്സ് ഓഫീസർ 2025 നടത്തിയ പരീക്ഷയുടെ ഏറ്റവും പുതിയ ക്വസ്റ്റ്യൻ ആണ് ഈ എടുക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് ഇത്രയും സ്ട്രെസ് ചെയ്ത് നമ്മളത് പറയുന്നത് കേട്ടോ. ദ ഫോളോയിങ് facts are related to accounting principle called matching principle. Matching principle. Yes, you are required to identify the correct combination of statement related to matching principle. First one, matching doesn't mean that the expense must be identified with the revenue. Expense charged to the period may or may not be related to the revenue recognized in that period. Matching principle is basically an accrual concept. It discrete the timing and the amount of actual cash inflow or cash outflow and concentrate on the occurrence of revenues and expenses. Question number A, B, C, D. അത് നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. എന്താണ് മാച്ചിങ് ഡസൻറ്റ് മീൻ ദാറ്റ് എക്സ്പെൻസ് മസ്റ്റ് ബി ഐഡന്റിഫൈഡ് വിത്ത് റവന്യൂ. അത് ശരിയാണോ? Expense charged to the period or may not be related to the revenue recognized in that period. അത് ശരിയാണ്. ഇനി matching principle is basically an accrual concept. It is discrete the timing and the amount of actual cash inflow or cash outflow and concentrate on the occurrence of revenue and expense. ഞാൻ വായിക്കുന്ന ടെർമിനോളജി കൃത്യമായിട്ട് മനസ്സിലാക്കി ആൻസറിലേക്ക് വരാം. രണ്ടും കറക്റ്റ് ആണ്. യെസ്, വെരി ഗുഡ്. ഇവിടെ നിങ്ങൾ 1-2 കാര്യം, നമ്മളിത് ഉൾപ്പെടുത്തിയതിന്റെ കാര്യം നിങ്ങൾ 1-2 കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമുക്ക് 3 തരം, അതൊന്ന് പറഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ ഒന്ന് അവസാനിപ്പിക്കാം. ശ്രദ്ധിച്ചോണം, ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ശ്രദ്ധിച്ചോണം, നമുക്ക് അക്രൂവൽ കൺസെപ്റ്റ് ഉണ്ട്. അക്രൂവൽ കൺസെപ്റ്റ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പറയാൻ വേണ്ടിയാണ്. റിയലൈസേഷൻ കൺസെപ്റ്റ് ഉണ്ട്, ദെൻ മാച്ചിങ് കൺസെപ്റ്റ് ഉണ്ട്. ഇത് നമുക്ക് ഒരേ തൂവൽ പക്ഷി പോലെ വരുന്ന ഒരു കൺസെപ്റ്റുകളാണ്. അക്രൂവൽ കൺസെപ്റ്റ്, റിയലൈസേഷൻ കൺസെപ്റ്റ്, മാച്ചിങ് കൺസെപ്റ്റ്. അക്രൂവൽ കൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞു വെച്ചാൽ, അക്രൂവൽ കൺസെപ്റ്റ് ആണ് നമ്മളൊരു പേരന്റ് കൺസെപ്റ്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം. പേരന്റ് കൺസെപ്റ്റ്, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് അക്രൂവൽ കൺസെപ്റ്റ് ആണ്. അതായത് ഇപ്പൊ നമ്മള് ഇപ്പം എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് സെയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ക്യാഷ് സെയിൽ മാത്രം നമ്മൾ റെക്കോർഡ് ചെയ്യാത്തത്, അതിന്റെ അർത്ഥമാണ് അല്ലെങ്കിൽ അതിന്റെ റീസൺ ആണ് അക്രൂവൽ കൺസെപ്റ്റ്. അതായത് അക്രൂവൽ കൺസെപ്റ്റ് പ്രകാരം ക്യാഷ് ട്രാൻസാക്ഷൻ നമുക്ക് റെക്കോർഡ് ചെയ്യാം, നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യാം. ഇതാണ് അക്രൂവൽ കൺസെപ്റ്റ് അല്ലെ. ഇപ്പം നമ്മളിപ്പം ക്യാഷ് ബേസ് മാത്രമാണ് അക്കൗണ്ടുകൾ റെക്കോർഡ് ചെയ്തെങ്കിൽ നോൺ ക്യാഷ് ഐറ്റംസ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അക്രൂവൽ കൺസെപ്റ്റ് പ്രകാരം ക്യാഷ് ട്രാൻസാക്ഷൻസും നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ റിയലൈസേഷൻ കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, റവന്യൂ നമ്മൾ എപ്പോഴാണ് റെക്കഗ്നൈസ് ചെയ്യുന്നതാണ് റിയലൈസേഷൻ പറയുന്നത്. റവന്യൂ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് അവിടെ ക്യാഷ് കിട്ടിയോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല റവന്യൂ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണത്. കാശ് കിട്ടാനുള്ള ലീഗൽ റൈറ്റ് നമുക്കുണ്ടോ, ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്യാം. ക്ലിയർ ആയോ? ഇതിനെയാണ് ഇത്
റിയലൈസേഷൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റിയലൈസേഷൻ കൺസെപ്റ്റ് പ്രകാരം നമ്മൾ റവന്യൂവിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ റവന്യൂ എപ്പോഴാണ് റെക്കോർഡ് ചെയ്യേണ്ടത്? റവന്യൂ റെക്കോർഡ് ചെയ്യേണ്ടത് ഇപ്പൊ ഒരു ട്രാൻസാക്ഷൻ നടന്നു, അത് റവന്യൂ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. എന്തുകൊണ്ടാണ്? അത് നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്, നമ്മൾ റെക്കോർഡ് ചെയ്യും. എന്തുകൊണ്ടാണ്? അതായത് ക്യാഷ് കിട്ടാനുള്ള ലീഗൽ റൈറ്റ് സെല്ലർക്ക് ഉണ്ടെങ്കിൽ സെല്ലർക്ക് എന്ത് ചെയ്യാം? റെക്കോർഡ് ചെയ്യാം. ഇതാണ് റിയലൈസേഷൻ കൺസെപ്റ്റ്. ഇനി എന്താണ് മാച്ചിങ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ എക്സ്പെൻസ്, ഇവിടെ റവന്യൂ ആണ് പിടിച്ചേക്കുന്നത് കേട്ടോ, ഇമ്പോർട്ടന്റ് ആ. ഇവിടെ നമ്മൾ നോക്കുന്നത് ഫോക്കസ് ചെയ്യുന്ന എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് എന്തിനോട് മാച്ച് ചെയ്യണോടാ? റവന്യൂവിനോട് മാച്ച് ചെയ്യണം. റവന്യൂവിനോട് മാച്ച് ചെയ്യണം. ഓക്കെ, ഇത്രയും കൺസെപ്റ്റ് ഒരേ രീതിയിലാണ് ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു ആകത്തുക ഇത്ര മാത്രമേ ഉള്ളൂ. അക്രൂവൽ കൺസെപ്റ്റ് എന്തിനെ ഫോക്കസ് ചെയ്യുന്നു? ടൈമിംഗ് ഓഫ് ട്രാൻസാക്ഷനെയാണ് ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. ടൈമിംഗ് ഓഫ് ട്രാൻസാക്ഷനെയാണ് അക്രൂവൽ കൺസെപ്റ്റ് ഫോക്കസ് ചെയ്യുന്നത്. റിയലൈസേഷൻ കൺസെപ്റ്റ് ഫോക്കസ് ചെയ്യുന്നത് റവന്യൂ ആണ്. എപ്പോഴാണ് റവന്യൂ റെക്കോർഡ് ചെയ്യേണ്ടത്? യെസ്. മാച്ചിങ് കൺസെപ്റ്റ് ഫോക്കസ് ചെയ്യുന്നത് എന്തിനാണ്? എക്സ്പെൻസിനെയാണ്. എപ്പോഴാണ് എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യേണ്ടത്? ഇതെല്ലാം പറയുന്നത് ഒരേ ആശയമാണ്, അതുകൊണ്ട് തെറ്റിപ്പോകും കേട്ടോ. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഇട്ടത് തന്നെ ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഇത് കുറച്ചും കൂടെ കട്ടിയുള്ള ഒരു ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ അവിടെ നിങ്ങളോട് എന്ത് ചോദിക്കും? അവിടെ നിങ്ങളോട് അക്കൗണ്ടിങ് കൺസെപ്റ്റ് ഇല്ലാത്ത അക്രൂവൽ കൺസെപ്റ്റ്, റിയലൈസേഷൻ കൺസെപ്റ്റ്, മാച്ചിങ് കൺസെപ്റ്റ്. അപ്പൊ ഇതിന്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് തിരിഞ്ഞു പോകും. കാരണം മാച്ചിങ് കൺസെപ്റ്റ് പറയുന്നത് എന്താണ്? ഇപ്പൊ നിങ്ങൾക്ക് ഒരു റവന്യൂ ജനറേറ്റ്, ഒരു എക്സ്പെൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, മാച്ചിങ് കൺസെപ്റ്റ് പറയുന്നതാണ് നിങ്ങൾക്ക് ഒരു എക്സ്പെൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിന് ആനുപാതികമായിട്ടുള്ള ഇൻകം നിങ്ങൾക്ക് അടുത്ത വർഷമാണ് കിട്ടുന്നെങ്കിലും നിങ്ങൾ എപ്പോൾ റെക്കോർഡ് ചെയ്യണത്? ഈ വർഷം തന്നെ റെക്കോർഡ് ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ? അത് എന്തിനെ ബേസ് ചെയ്തിട്ടാ? അത് അക്രൂവൽ കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാ. ഒരു തവണ ചോദിച്ചാണ് ഈ കൺസെപ്റ്റിന്റെ എല്ലാം പേരന്റ് കൺസെപ്റ്റ് ഏതാണുള്ളത്, അതേതാണ്? അക്രൂവൽ കൺസെപ്റ്റ് ആണ്. ഇനി നിങ്ങൾ റവന്യൂ റെക്കോർഡ് ചെയ്യുകയാണ്, റവന്യൂ റെക്കോർഡ് ചെയ്യാണ് റിയലൈസേഷൻ കൺസെപ്റ്റ് പ്രകാരം. റവന്യൂ നിങ്ങൾക്ക് എപ്പോഴും വേണം റെക്കോർഡ് ചെയ്യാം. സെയിൽ നടക്കുന്ന എപ്പോഴാണോ അപ്പൊ റവന്യൂ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം. അത് ക്യാഷ് സെയിൽ ആണോ ക്രെഡിറ്റ് സെയിൽ ആണോ നോക്കേണ്ട കാര്യമില്ല. അതും അക്രൂവൽ ബേസ് കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഇത്രയും കാര്യങ്ങളാണ്. നമ്മൾ 1 മണിക്കൂറുള്ള സെഷനാണ്, കുറച്ച് വൈകിപ്പോയി. ഓക്കെ, അപ്പൊ നിങ്ങൾ തുടർന്നുള്ള എന്താണ് നമ്മുടെ ക്ലാസ്സുകൾ എന്താണ് 30 ദിവസത്തെ ക്രാഷ് ക്ലാസ് പ്ലസ് നിങ്ങൾക്ക് എന്താണ് 10 ദിവസത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടെ ഡിസ്കഷൻ ഉൾപ്പെടെ എല്ലാ മേഖലകളും വിശദീകരിച്ചുകൊണ്ടുള്ള ഫുൾ സിലബസ് എടുത്തുകൊണ്ടുള്ള I+ന്റെ ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഗ്രൂപ്പുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. അപ്പം നിലവില് നിങ്ങൾ തന്നെ പഠിച്ച്, ഞാൻ പറഞ്ഞില്ല ഈ ലിമിറ്റഡ് ടൈം കൊണ്ട് നിങ്ങൾ തനിയെ പഠിച്ച് ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്ത് പോവാന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ പോയി റോബോട്ട് സയൻസ് പെട്ടെന്ന് പോയി പഠിച്ച പോലെ ഇരിക്കും അല്ലെ. റോബോട്ടിക് എഞ്ചിനീയറിംഗ് നിങ്ങൾ പെട്ടെന്ന് പോയി പഠിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ടീമുണ്ട്, നമുക്ക് ഇവിടെ ഒരു പ്ലാൻ ഉണ്ട്, ഇവിടെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. സോ നമുക്ക് ആ സ്ട്രാറ്റജി പ്ലാൻ ഒക്കെ വെച്ചിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ ഇപ്പൊ ലാസ്റ്റ് ഒരു 49 പേരുണ്ട് അല്ലെ. എന്തൊക്കെയായാലും കുറച്ച് ആത്മാർത്ഥ അല്ലെ, എന്തെങ്കിലും അറിയണം, എന്തെങ്കിലും കിട്ടണം എന്നുള്ള ആൾക്കാരാണ് ലാസ്റ്റ് ഇരിക്കുന്നതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്തൊരു ഒരു 25-30 പേർക്കെങ്കിലും ഒരു മെയിൻ റാങ്ക് ലിസ്റ്റിൽ, നല്ല റാങ്ക് ലിസ്റ്റിൽ കയറാൻ സാധിക്കും. ഓക്കെ, അതിനുള്ള സ്റ്റാഫും അതിനുള്ള ടീമും I+നുണ്ട്. അപ്പൊ നിങ്ങളുടെ ആ 30 ദിവസത്തെ നമ്മുടെ ഒരു ക്രാഷ് കോഴ്സിലേക്ക് നിങ്ങളെല്ലാം സ്വാഗതം ചെയ്യുന്നു. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്ഥാപനമായിട്ട് അക്കാദമിയായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. നമ്മുടെ I+ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ടീമുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബന്ധപ്പെട്ടാൽ മതി. നിങ്ങൾക്ക് വേണ്ട ഫീഡ്ബാക്കുകൾ കൃത്യമായിട്ട് കിട്ടുന്നതാണ് കേട്ടോ.